ഞാൻ ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കരുണയാലും എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന് ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഷിബു. ഉം, ഹായ് ചേട്ടാ. എല്ലാവർക്കും ആയിക്കോട്ടെ. ഹായ് ഹായ് ഹായ്. നമ്മള് വി അഗ്നോസ്റ്റിക്സ് അല്ലെങ്കിൽ അഞ്ചേതവാദി എന്ന് വിളിക്കുന്ന ഒരു അധ്യായത്തിലാണ്. നമ്മള് കഴിഞ്ഞ ആഴ്ച കുറെ പേജുകളിലൂടെ കടന്നുപോയി. ഇന്ന് നമ്മള് 50-ാം പേജിലാണ് എത്തി നിൽക്കുന്നത്. പൊതുവെ നമ്മൾ ആ കഴിഞ്ഞ പേജുകളിലൊക്കെ പറയുന്നത് നമ്മുടെ ആത്മീയമായിട്ടുള്ള ഒരു വ്യക്തിത്വ മാറ്റം വരണമെന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ് പഴയ ജീവിതത്തിൽ നിന്നുണ്ടാകണമെന്നും അല്ലെങ്കിൽ ഒരു റെവല്യൂഷണറി ചേഞ്ച് അല്ലെങ്കിൽ വിപ്ലവകരമായ ഒരു ചേഞ്ച് നമ്മൾ കൈവരിക്കണമെന്നും എന്നുള്ള രീതിയിലാണ്. ഏതായാലും എൻ്റെ ഇടയ്ക്ക് ഒരു കോൾ വന്നു. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു ആത്മീയ പരിവർത്തനത്തിലൂടെ മാത്രമേ മദ്യപാനത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിർത്തിയത്. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയ മലയാളം ഭാഗത്തിന്റെ അവസാന ഭാഗം ഇതാണ്. ഈ അനുഭവകഥകൾ വിവരിച്ച സ്ത്രീ പുരുഷന്മാർ ഒരു നിർദ്ദേശത്തോട് അത്ഭുതകരമായ തോതിൽ അഭിപ്രായ ഐക്യമുള്ളവരാണ്. അതായത് അവരിൽ ഓരോരുത്തരും തങ്ങളെക്കാൾ വലിയൊരു ശക്തിയോട് അടുപ്പമുള്ളവരോ അതിൽ വിശ്വസിക്കുന്നവരോ ആണ്. അത്ഭുതകരവും മനുഷ്യസാധ്യവുമല്ലാത്ത കാര്യങ്ങൾ ഇവരിൽ ഓരോരുത്തരുടെ കാര്യത്തിൽ സാധ്യമാക്കാൻ ഈ ശക്തിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രശസ്തനായ അമേരിക്കൻ രാഷ്ട്രതന്ത്രജ്ഞൻ പറഞ്ഞതുപോലെ നമുക്ക് പൂർവ്വ ചരിത്രങ്ങളിലേക്ക് നോക്കാം. അപ്പൊ രണ്ട് ഭാഗമാണ് അവിടെ ഉള്ളത്. ഒന്ന്, നമ്മുടെ ഈ പുസ്തകം എഴുതിയ 100 സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള സുബോധാവസ്ഥയിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകള്, എവരി വൺ എന്ന് പറഞ്ഞ എല്ലാവരും, എവരി വൺ ഓഫ് ദം ഹാസ് ഗെയിൻഡ് ആക്സസ് ടു ആൻഡ് ബിലീവ് ഇൻ എ പവർ ഗ്രേറ്റർ ദാൻ ഹിംസെൽഫ് എന്നാണ്. തങ്ങളെക്കാൾ വലിയ ഒരു ശക്തിയിൽ എല്ലാവരും വിശ്വസിച്ചു. 100 പേരിൽ 20 പേര് വിശ്വസിച്ചു എന്നോ 100-ൽ പകുതി പേര് വിശ്വസിച്ചു എന്നല്ല, 100-ൽ 100 പേരും വിശ്വസിച്ചു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ നടത്തുന്നത്. എവരി വൺ ഓഫ് ദം. അപ്പം അവർ ആത്മീയതയിലേക്ക് അല്ലെങ്കിൽ പവർ ഗ്രേറ്റർ ദാൻ അവർ സെൽസ്, എന്നേക്കാൾ വലിയൊരു മനുഷ്യത്തിലേക്ക് വിശ്വസിച്ചു, രണ്ടാം പടി ചെയ്തു എന്നുള്ളതാണ്. അപ്പം അതിനുശേഷം അവര് രണ്ടാം ഭാഗത്ത് പറയുന്നത് വെച്ചാല് നമുക്ക് പൂർവ്വ ചരിത്രങ്ങളിലേക്ക് പോകാം. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ റെക്കോർഡ്. ഇത് പറയുന്നത് 1920 ന്യൂയോർക്ക് ഗവർണറായിരുന്ന ആൽഫ്രഡ് ഇ സ്മിത്ത് പറയുന്ന ഒരു ഫ്രേസ് ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് നമുക്ക് ചരിത്രത്തിലേക്ക് പോകാം അല്ലെങ്കിൽ നമുക്ക് ചരിത്രം നോക്കാം എന്നുള്ളത്. അത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുടനീളം പലപ്പോഴും അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ആണ്. 1920-കളിൽ അമേരിക്കയിലെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തില് ആളുകൾ രാഷ്ട്രീയപരമായി എതിർക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നതെന്നൊക്കെ. അതിലേക്ക് കൂടുതൽ പോകണ്ട. പക്ഷെ നമ്മളിവിടെ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർവ്വചരിത്രത്തിലേക്ക് പോകുന്നത് ആത്മീയമായിട്ടുള്ള വളർച്ചയെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ പറയാനായിട്ടാണ്. അപ്പം നമുക്ക് ഇന്ന് യഥാർത്ഥത്തിൽ ആരെങ്കിലും വായിക്കാവോ? ശിവദാസം വായിക്കാവോ യഥാർത്ഥത്തിൽ എന്നുള്ള പാരഗ്രാഫ്? എവിടെ, എത്രാമത്തെ പേജാണ് ചോദിച്ചേട്ടോ? 49, പേജ് 49. യഥാർത്ഥത്തിൽ ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന 49. ഓക്കെ, നോക്കട്ടെ. യഥാർത്ഥത്തിൽ ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാരാണ് ഞങ്ങൾ. തങ്ങളെക്കാൾ വലിയൊരു ശക്തിയിൽ വിശ്വസിക്കുവാൻ തുടങ്ങിയതുകൊണ്ട്, ആ ശക്തിയോട് ഒരു പ്രത്യേക മനോഭാവം പുലർത്തുവാൻ തുടങ്ങിയതുകൊണ്ട്, ചില ലളിതമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട്, തങ്ങളുടെ ജീവിത രീതിയിലും ചിന്താരീതിയിലും വിപ്ലവകരമായ വ്യതിയാനം സംഭവിച്ചതായി അവർ തുറന്നു പ്രഖ്യാപിക്കുന്നു. നാശത്തിന്റെയും നിരാശകളുടെയും മുന്നിൽ, തങ്ങളുടെ മാനുഷിക മൂല്യങ്ങളുടെ മുഴുവൻ തകർച്ചയുടെയും മുന്നിൽ ഒരു പുതിയ ശക്തിയും സമാധാനവും സന്തുഷ്ടിയും ലക്ഷ്യബോധവും തങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നതായി അവർ കണ്ടു. വളരെ കുറച്ചു മാത്രമുള്ള ലളിതമായ ചില ആവശ്യങ്ങളെ അവർ നിർവഹിച്ച ഉടനെയാണ് ഇത് സംഭവിച്ചത്. പ്രകടമായും ഒരിക്കൽ നിഷ്ഫലമായ നിലനിൽപ്പിൽ അന്താളിക്കുകയും ചിന്താക്കുഴപ്പത്തിലാവുകയും ചെയ്തിരുന്ന അവർ എന്തുകൊണ്ട് ജീവിതം ഭാരിച്ചതായി തീർന്നു എന്നതിന്റെ കാരണങ്ങൾ അടിവരയിട്ടു കാണിച്ചു തരുന്നു. കുടിപ്രശ്നം മാറ്റി നിർത്തിയാൽ തന്നെ ജീവിതം എന്തുകൊണ്ടാണ് അസംതൃപ്തമായിരുന്നത് എന്നവർ കാണിച്ചു തരുന്നു. ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള അവബോധമാണ് തങ്ങളുടെ ജീവിതത്തിലെ പരമപ്രധാനമായ യാഥാർത്ഥ്യമെന്ന്
പരശ്ശത മാളുകൾക്ക് പറയാൻ കഴിയുമ്പോൾ ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ടതിന്റെ ശക്തമായ ഒരു കാരണമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, പാസ്. ഓക്കെ, അപ്പൊ പൂർവ്വ ചരിത്രങ്ങളിലേക്ക് പോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ, ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാരായാണ് ഞങ്ങൾ. തങ്ങളെക്കാൾ വലിയൊരു ശക്തിയിൽ വിശ്വസിക്കാൻ തുടങ്ങിയതുകൊണ്ട്, ആ ശക്തിയോട് ഒരു പ്രത്യേക മനോഭാവം പുലർത്താൻ തുടങ്ങിയതുകൊണ്ട്, ഞാൻ ആദ്യമേ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ ആത്മീയതയെ കുറിച്ചുള്ള നമ്മുടെ അവസാന പേജിൽ, ബുക്കിന്റെ അവസാന പേജിൽ കാണുന്ന ആത്മീയതയെ കുറിച്ചുള്ള ഒരു അപ്പൻഡിക്സ് ഉണ്ട്, അനുബന്ധമുണ്ട്. അതിനകത്ത് പറയുന്ന കുറെ കാര്യങ്ങളാണ്. അത് തന്നെയാണ് ഇവർ ചെയ്തതെന്നുള്ളതാണ്. പ്രത്യേക മനോഭാവം പുലർത്തി ചില ലളിതമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. എന്താണ് ലളിതമായ കാര്യങ്ങൾ? സിമ്പിൾ റൂൾസ്. നമ്മൾ ഈ സിമ്പിൾ റൂൾസ് ഡോക്ടർ സിൽക്കോർത്തിന്റെ സിൽക്കോർത്തിന്റെ ഡോക്ടർ അഭിപ്രായത്തിൽ പറയുന്നുണ്ട്. സ്റ്റെപ്പുകളെയാണ് നമ്മൾ റൂൾസ് എന്ന് പറയുന്നത്. ഡോക്ടർ സിൽക്കോർത്ത് അത് റൂൾസ് എന്ന് പറയുമ്പോൾ, മറ്റുള്ള നിയമം അല്ലെങ്കിൽ ഒരു നിബന്ധന എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനെ ഒരു നിർദ്ദേശം എന്നായിട്ടാണ് പൊതുവെ കാണുക. അപ്പം ഇവിടെ സ്റ്റെപ്പ് 2, 12 പടികളിലെ 2-ാം പടി മുതൽ 11-ാം പടി വരെ ചെയ്യുമ്പോഴേക്കാണ്, അതായത് ആക്ഷൻ സ്റ്റെപ്പുകളാണ്, അല്ലെങ്കിൽ നമ്മൾ ചില നടപടികൾ സ്വീകരിക്കുക. അതങ്ങനെ മസ്റ്റ് ആണെന്നാണ്. അത് മസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അത് ചില റിസൾട്ടുകൾ ഉണ്ടാക്കിയാണ്. ആ ശക്തിയോട് ഒരു പ്രത്യേക മനോഭാവം, ചില ലളിതമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് തങ്ങളുടെ, അപ്പൊ എന്താണ് റിസൾട്ട്? തങ്ങളുടെ ജീവിത രീതിയിലും ചിന്താ രീതിയിലും വിപ്ലവകരമായ വ്യതിയാനം സംഭവിച്ചതായി അവർ തുറന്നു പ്രഖ്യാപിക്കുന്നു. അപ്പോ റിസൾട്ട് എന്താണെന്നാണ്? നമ്മുടെ ചിന്താരീതി മാറി, വ്യക്തിത്വത്തിൽ മാറ്റം ഉണ്ടായി. റിവല്യൂഷണറി ചേഞ്ച്, ഒരു വിപ്ലവകരമായ വ്യതിയാനം സംബന്ധിച്ച പഴയ പോലെയല്ല നമ്മൾ ചിന്തിക്കുന്നതെന്നാണ്. പിന്നെ നാശത്തിന്റെ നിരാശയുടെ മുന്നിൽ, തങ്ങളുടെ മാനസിക മുഴുവൻ തകർച്ചയുടെ മുന്നിൽ ഒരു പുതിയ ശക്തിയും സമാധാനവും സന്തുഷ്ടിയും ലക്ഷ്യബോധവും തങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നതായി അവർ കണ്ടു. ഇവിടെയാണ് നമ്മൾ സ്റ്റെപ്പ് 2-ന്റെ അല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യം. നമ്മൾ സ്റ്റെപ്പ് 2-ൽ എത്തുമ്പോഴത്തേക്കും നമ്മളൊരു ചെറിയ ഒരു വിശ്വാസത്തിലേക്ക് മാത്രമാണ് വരുന്നുള്ളൂ, അല്ലെങ്കിൽ ബിലീവിലേക്ക് മാത്രമേ വരുന്നുള്ളൂ. ബിലീവ് ഫെയ്ത്ത് ആയി മാറുന്നത് നമുക്ക് 11-ാം പടിയൊക്കെ എത്തുമ്പോഴാണ്. പക്ഷെ ഇവിടെ വെച്ച് തന്നെ നമുക്ക് ചില നിയന്ത്രണങ്ങളും ചില ജീവിതത്തിലെ ചില ചിന്താരീതിയിലും വിപ്ലവകരമായ വ്യതിയാനങ്ങളൊക്കെ വരാൻ തുടങ്ങി. വളരെ കുറച്ച് മാത്രമായുള്ള ലളിതമായ ചില ആവശ്യങ്ങൾ അവർ നിർവഹിച്ച ഉടനെയാണ്. ചില ലളിതമായ ആവശ്യങ്ങൾ ഇതിന് ബുക്കിൽ മലയാളത്തിൽ ഇങ്ങനെയൊക്കെയാണ് എഴുതിയേക്കണമെങ്കിലും ഇംഗ്ലീഷ് ബുക്കിൽ അതിന് റൂൾസ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അവര്. Believe in a power greater than themselves, take a certain attitude towards that power, and to do certain simple things. There have been a revolutionary change in their way to living and thinking. In the face of collapse and despair, in the face of the total failure of their human resources, they found that a new power, peace, happiness and sense of direction flowed into them. അതായത് ജീവിതം ഭാരിച്ചതായി തീർന്നപ്പോഴും, പലപ്പോഴും നിഷ്ഫലമായ നിലനിൽപ്പിൽ അന്താളിച്ചപ്പോഴും, ചിന്താക്കുഴപ്പത്തിലായപ്പോഴും, പല കാര്യങ്ങൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും, കുടിപ്രശ്നം മാറ്റി നിർത്തിയാൽ തന്നെ ജീവിതം എന്തുകൊണ്ട് അസംതൃപ്തമായിരുന്നത് എന്നവർ കാണിച്ചിരുന്നു. അപ്പോൾ ഈ പവർ അവരെ സഹായിച്ചു, അല്ലെങ്കിൽ ഈ ഉന്നത ശക്തി, അല്ലെങ്കിൽ തങ്ങളെക്കാൾ വലിയ ഒരു ശക്തി അവരെ സഹായിച്ചു എന്നതാണ് അവർ ചെയ്യുന്നത്. ദിസ് ഹാപ്പൻ സൂൺ ആഫ്റ്റർ ദ ഹോൾ ഹെഡ്ലി മെറ്റ് എ ഫ്യൂ സിമ്പിൾ റിക്വയർമെന്റ്സ്. അതായത് എപ്പോഴാണ് അത് കിട്ടിയത്? ലളിതമായ ചില പടികൾ ചെയ്തതിന് ശേഷമാണ് അവർക്ക് കിട്ടിയതെന്ന് അവിടെ കൃത്യമായി പറയുന്നുണ്ട്. ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള അവബോധമാണ് തങ്ങളുടെ ജീവിതത്തിലെ പരമപ്രധാനമായിട്ടുള്ള യാഥാർത്ഥ്യമെന്ന് പരശതം ആളുകൾക്ക് പറയാൻ കഴിയുമ്പോൾ ഒരാൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കേണ്ടതിന്റെ ശക്തമായ ഒരു കാരണമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഹെവി ഗോയിങ് ടു ലൈഫ് എന്നാണ്. അതായത് സെൽഫ് ഫില്ല്. പലപ്പോഴും എൻ്റെതായ ആശയത്തിലൂടെ പല കാര്യങ്ങളും നടക്കണം, എൻ്റെതായ ആശയത്തിലൂടെ വേണം ജീവിതം നടക്കാൻ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുമ്പോൾ, അതായത് once confused and baffled by the seemingly futility of existence, they show the underlying reasons why they were making heavy going of life. അതായത് നമ്മുടെ ജീവിതത്തിൽ കഠിനമായിട്ട് പോകുന്ന ജീവിതത്തെ സഹായിക്കാനായിട്ട്, സെൽഫ് വിൽ മാറ്റി ഗോഡ് വില്ലിലേക്ക് നമ്മൾ എത്തിക്കാനായിട്ട് കടന്നു വരാം. അപ്പൊ ഇനി എന്താണ് ഇതിന്റെ ബേസിക് ആയിട്ട് പ്രോഗ്രാമിനെ പറ്റിയാണ്. ദൈവ സാന്നിധ്യത്തെ കുറിച്ചുള്ള അവബോധമാണ് തങ്ങളുടെ ജീവിതത്തിലെ പരമപ്രധാനമായ യാഥാർത്ഥ്യം. ഇതാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ, ആൽക്കഹോളിസം പ്രോഗ്രാമിന്റെ ബേസിസ്.
അതായത് when many hundreds of people are able to say that the consciousness of the presence of God is today the most important fact. അപ്പൊ നമുക്ക് ഡെയിലി ജീവിതത്തിൽ അല്ലെങ്കിൽ 24 മണിക്കൂറൊന്നും നമ്മുടെ പ്രോഗ്രാമില് ദൈവ സാന്നിധ്യത്തെ കുറിച്ച് കണ്ടുപിടിക്കുക, അത് ആ ഫാക്റ്റിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ദേ പ്രസന്റ് എ പവർഫുൾ റീസൺ വൈ വൺ ഷുഡ് ഹാവ് ഫെയ്ത്ത്. അപ്പോൾ ഒരാൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കേണ്ടതിന്റെ ശക്തമായ ഒരു കാരണമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോ നമ്മളിലെ ആ 100 പേരില് മുഴുവൻ ആളുകളും തന്നെ ഈ അവബോധത്തിലേക്ക് എത്തുകയും നമ്മുടെ പ്രോഗ്രാമിന്റെ ബേസിസ് എന്താണ്? ദൈവ സാന്നിധ്യത്തെ കുറിച്ചുള്ള അവബോധം. ഇത് നമുക്ക് ജീവിതത്തിലെ പരമപ്രധാനമാണ്, മറ്റൊന്നുമല്ല പരമപ്രധാനം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഈ ഇത്തരം പരമമായിട്ടുള്ള ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ ബേസിക് പ്രോഗ്രാമിന്റെ ബേസിക് ആരെങ്കിലും ചോദിച്ചാല് ഈ ഒരു വരിയാണ് നമുക്ക് പറയേണ്ടത്. പേജ് നമ്പർ 51 ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്ന അവസാനം പറയുന്ന ദൈവ സാന്നിധ്യത്തെ കുറിച്ചുള്ള അവബോധം, അത് തങ്ങളുടെ ജീവിതത്തിലെ പരമപ്രധാനമായ യാഥാർത്ഥ്യം. ഇത് അംഗീകരിക്കുന്നതാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ബേസിക്. അപ്പൊ അടുത്ത വരിയിലേക്ക് പോവാം. അടുത്ത പാരഗ്രാഫ്. കഴിഞ്ഞുപോയ സഹസ്രാബ്ദങ്ങളിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഭൗതിക പുരോഗതി നമ്മുടെ ഈ ലോകം ഇക്കഴിഞ്ഞ നൂറ്റാണ്ടിൽ നേടിയിട്ടുണ്ട്. മിക്കവർക്കും അതിന്റെ കാരണവും അറിയാം. പുരാതന ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മോട് പറയുന്നത് അനന്തകാലത്തെ മനുഷ്യരുടെ ബുദ്ധിശക്തി ഇന്നത്തെ ഏറ്റവും വലിയ ബുദ്ധിശാലികളുടേതിനോട് തുല്യമായിരുന്നു എന്നാണ്. എന്നിട്ടും പുരാതന കാലത്ത് ഭൗതിക പുരോഗതി വേദനാജനകമാം വിധം സാവധാനത്തിലുള്ളതായിരുന്നു. ആധുനിക ശാസ്ത്രീയ അന്വേഷണത്തിന്റെയും ഗവേഷണത്തിന്റെയും കണ്ടുപിടുത്തങ്ങളുടെയും സത്ത അന്ന് അജ്ഞാതമായിരുന്നു. ഭൗതികതയുടെ തലത്തിൽ അന്ന് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മറ്റെല്ലാ തരത്തിലുമുള്ള കെട്ടിനിർത്തപ്പെട്ട ചിന്താശക്തികളും മനുഷ്യ മനസ്സുകൾക്ക് വിലങ്ങുതടിയായിരുന്നു. കൊളംബസിന്റെ സമകാലികരായിരുന്ന പലർക്കും ഉരുണ്ട ഭൂമി എന്നത് ഒരബദ്ധ ധാരണയായാണ് തോന്നിയത്. മറ്റു ചിലർ ഗലീലിയോയെ ജ്യോതിശാസ്ത്രപരമായ ആചാരവിരോധത്തിന്റെ പേരിൽ ഏതാണ്ട് കൊല്ലുന്നതിനടുത്ത് വരെ എത്തി. ഓക്കെ, അപ്പം ഹലോ, കേൾക്കാണ്ട് ക്ഷമിച്ചോട്ടോ. പേജ് നമ്പർ മാറിപ്പോ. ഓക്കെ, കൊല്ലുന്നവരെ എത്തി. ഓക്കെ, അപ്പം കഴിഞ്ഞു പോയ സഹസ്രാബ്ദങ്ങളിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഭൗതിക പുരോഗതി നമ്മുടെ ഈ ലോകം ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നേടിയിട്ടുണ്ട്. അപ്പൊ 1939 നമ്മുടെ ബുക്ക് എഴുതുന്നത്. അപ്പൊ കഴിഞ്ഞ പാരഗ്രാഫിൽ ഇവര് പറയാണ്, അതായത് സെൽഫ് വിൽ, നമ്മുടേതായ ആശയങ്ങളെ മുറുകി പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ, ഡിസ്കണ്ടന്റ് ആയ ഒരു ലൈഫ്, എപ്പോഴും നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടം നിറവേറ്റിയില്ലെങ്കിൽ നമുക്ക് ഒരു ഷാഠ്യക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു തന്നിഷ്ടക്കാരനെ പോലെ നമ്മൾ ആകുലരാകും, അല്ലെങ്കിൽ ടെൻഷൻ വരും നമുക്ക്. അതാണ് നമ്മൾ കുടിയിലേക്കൊക്കെ പലപ്പോഴും, അല്ലെങ്കിൽ മെന്റൽ ഒബ്സഷൻ ആണ് നമ്മൾ കുടിയിലേക്ക് നയിച്ചത്. എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ അസ്വസ്ഥനും ശുണ്ഠിക്കാരനും അസംതൃപ്തനും ആയിരുന്നതെന്ന് നമുക്കറിയില്ല. പലപ്പോഴും നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ പറ്റി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. കിട്ടിയ ജീവിതം, കിട്ടിയ ആരോഗ്യം, കിട്ടിയ ജോലി, കിട്ടിയ സമ്പാദ്യം, ഉള്ള കഞ്ഞി, ഉള്ള പയർ, ഇതിനൊന്നും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. നമ്മൾ പറയുന്നത് എപ്പോഴും നമുക്ക് കുറ്റപ്പെടുത്തലുകളും കുറ്റബോധവും അല്ലെങ്കിൽ ഒരു അൺസാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള, ഉള്ളത് കൊണ്ട് ആസ്വദിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സെൽഫിഷ് അല്ലെങ്കിൽ സ്വാർത്ഥതയിൽ ഊന്നിയുള്ള ഒരു ജീവിതമാണ്. ഇവിടെ വെച്ചാണ് നമ്മളോട് പറയുന്നത് ഇതെല്ലാം നമ്മൾ നിർത്തിക്കൊണ്ട് നത്തിങ് ചേഞ്ച്, ഒരു ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറയും. അപ്പൊ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ ബേസിക് പ്രോഗ്രാമിലേക്ക് കടന്നു വരാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അടുത്ത പാരഗ്രാഫിൽ അദ്ദേഹം പറയാണ്, കഴിഞ്ഞു പോയ സഹസ്രാബ്ദങ്ങളിലുണ്ടായ കൂടുതൽ ഭൗതിക പുരോഗതി നമ്മുടെ ഈ ലോകം ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നേടിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഒരുപാട് ഇൻവെൻഷനുകൾ, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ. ഞാനിപ്പോ സംസാരിക്കുന്ന സാംസങ് ഫോണില് എൻ്റെ വീട്ടിന്റെ റൂമിൽ ഇരുന്നു കൊണ്ട് ഈ ലോകത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്ന നിങ്ങളോട് ഒരു റൂമിലിരിക്കുന്നത് പോലെ സംസാരിക്കാൻ സാധിക്കുന്നു. അത് ഇന്റർനെറ്റിന്റെയും അല്ലെങ്കിൽ വൈഡ് ആയിട്ടുള്ള ഇത്തരം ഫോണുകളുടെ എല്ലാം കണ്ടുപിടുത്തത്തിന് ശേഷമാണ്. അപ്പം
കഴിഞ്ഞ പോയ സഹസ്രാബ്ദത്തിലുള്ളതിനേക്കാൾ കൂടുതലുമായിട്ടുള്ള ഭൗതിക പുരോഗതി ലോകം മുഴുവൻ നേടിയിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാം. അതിന്റെ കാരണം അറിയാം. ഈ ഈ പുരാതന ചരിത്രമൊക്കെ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മളോട് പറയുന്നത് അനന്തകാലത്തെ മനുഷ്യന്റെ ബുദ്ധിശക്തി ഇന്നത്തെ ഏറ്റവും വലിയ ബുദ്ധിശാലികളോട് ഇതിനോട് തുല്യമായിരുന്നു എന്നാണ്. അതായത് ഒരുപാട് ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ നമ്മുടെ ടൈറ്റാനിക് കാണാൻ പോയ ആ സബ്മറൈനിൽ ഉണ്ടായിരുന്ന ആളുകൾ മരിച്ചുപോയി. അവര് 3, 4 വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള കോടീശ്വരന്മാരാണ് അവിടെ പോയി അത് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് തയ്യാറായത്. പക്ഷെ അവര് മരിച്ചുപോയി. അപ്പം അതുപോലെ തന്നെ AC കണ്ടുപിടിച്ചു. പിന്നെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഇലക്ട്രിസിറ്റിയുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ പേസ് മേക്കർ കണ്ടുപിടിച്ചു. ഇത് ഈ 1920, 29 അല്ലെങ്കിൽ ഈ 20 കാലഘട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ. അതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. തോമസ് എഡിസൺ ലൈറ്റ് ബൾബ് കണ്ടുപിടിച്ചതൊക്കെ ഈ 20 കാലഘട്ടങ്ങളിലാണ്. എക്സ്റേ കണ്ടുപിടിച്ചത്, അതുപോലെ തന്നെ റേഡിയോ കണ്ടുപിടിച്ചത്, അങ്ങനെ എത്രയോ കാര്യങ്ങള്. പിന്നെ വേൾഡ് വൈഡ് വെബ്, നമ്മൾ ഈ പറയുന്ന വെബ് ഉപയോഗിക്കുന്നത്, റെക്ടർ സ്കെയില്, പേസ് മേക്കർ, കാൽക്കുലേറ്റർ, എത്രയോ കാര്യങ്ങൾ മനുഷ്യൻ ഈ 1920കളിലെ കാലഘട്ടത്തില് കണ്ടുപിടിച്ചത്. ടെലിഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാം ബെല്ലാണ്. അങ്ങനെ മനുഷ്യൻ പുരോഗതിയുടെ പാതയിലാണ്. പല 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 കാര്യങ്ങളും ഇൻവെന്റ് ചെയ്യുന്നു എന്നാണ് ആ വരിയിൽ പറയുന്നത്. അപ്പം എന്നിട്ടും പുരാതന കാലത്ത് ഭൗതിക പുരോഗതി വേദനാജനകമിതം സാവധാനത്തിലുള്ളതായിരുന്നു. നമ്മളെക്കാളും ബുദ്ധിശാലികളായിരുന്നു നമുക്കും ഉണ്ടായിരുന്ന പൂർവികരെന്നാണ് പറയുക. പക്ഷെ ഇത്തരത്തിലുള്ള വേഗം വേഗം കണ്ടുപിടിക്കുന്ന ഈ തരത്തിലേക്ക് അവരുടെ ബുദ്ധി വളർന്നിട്ടില്ല. ആധുനിക ശാസ്ത്രീയ അന്വേഷണത്തിന്റെയും ഗവേഷണത്തിന്റെയും കണ്ടുപിടുത്തങ്ങളുടെ സത്ത അന്ന് അജ്ഞാതമായിരുന്നു. കാരണം ഇന്നത്തെ കാലത്തെ ശാസ്ത്രീയപരമായിട്ടുള്ള ഗവേഷണങ്ങളും അന്വേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ അന്നത്തെ കാലത്ത് അജ്ഞാതമായിരുന്നു. ഭൗതികതയുടെ തലത്തിൽ അന്ന് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മറ്റെല്ലാ തരത്തിലുള്ള കെട്ടിനിർത്തപ്പെട്ട ചിന്താശക്തികളും മനുഷ്യ മനസ്സുകൾക്ക് വിലങ്ങ് തടിയായിരുന്നു. അതായത് പണ്ട് അവര് പല ശാസ്ത്രീയ അന്വേഷണങ്ങൾ നടത്താനോ ഗവേഷണങ്ങൾ നടത്താനോ കണ്ടുപിടുത്തങ്ങൾ നടത്താനോ ഒന്നും തയ്യാറായില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പല അന്ധവിശ്വാസങ്ങൾ, തെറ്റായ വിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, പിന്നെ ക്ലോസ്ഡ് മൈൻഡഡ് ആയിരുന്നു, കെട്ടിനിർത്തപ്പെട്ട ചിന്താശക്തികളായിരുന്നു. അവരൊന്നും ഓപ്പൺ ആയിരുന്നില്ല. അതിന് 2-3 ഉദാഹരണങ്ങൾ അവർ പറയാണ്. കൊളംബസിന്റെ സമകാലികരായിരുന്ന പലർക്കും ഉരുണ്ട ഭൂമി എന്നത് ഒരു അബദ്ധധാരണയാണ് തോന്നിയത്. മറ്റു ചിലർ ഗലീലിയോ ജ്യോതിശാസ്ത്രമായ ആധാരവിരോധത്തിന്റെ പേരിൽ ഏതാണ്ട് കൊല്ലുന്നിടത്തേക്ക് വരെ എത്തി. അപ്പൊ കൊളംബസിനെയും ഗലീലിയെയും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. കാരണം 1491 ഇറ്റലിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ക്രിസ്റ്റഫർ കൊളംബസ് ജനിച്ചത്. അദ്ദേഹം സ്പെയിനിന്റെ ചെലവില്, അതായത് അദ്ദേഹം പൊട്ടിപ്പൊളഞ്ഞൊരു കപ്പലില് സ്പെയിനിന്റെ ചെലവില് യാത്രയൊക്കെ നടത്തുന്നത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അമേരിക്ക കണ്ടുപിടിച്ചത് എന്നാണ്. പക്ഷെ യഥാർത്ഥത്തില് ഈ അമേരിക്കയുടെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ അദ്ദേഹം എത്തിയത് യഥാർത്ഥത്തിൽ അദ്ദേഹം സ്പെയിനിൽ നിന്ന് പുറപ്പെടുന്നത് അറബികളായിട്ടുള്ള വ്യാപാരികളിൽ നിന്നും ഒരു കാര്യം അവരറിഞ്ഞു. ഇന്ത്യയിലും അങ്ങനെയുള്ള ഏഷ്യയിലെ പല രാജ്യങ്ങളിലും ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം സ്വർണവും പലവ്യഞ്ജനങ്ങളും ഒക്കെ അവിടുന്ന് കടത്തിക്കൊണ്ട് വരാൻ സാധിക്കും. അപ്പൊ ശരിക്കും ലൂട്ട് ചെയ്യുക അല്ലെങ്കിൽ കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പലപ്പോഴും ഇവര് ഇതിനു വേണ്ടിയിട്ട് പോകാൻ തയ്യാറായത്. അപ്പൊ ഈ സ്പെയിനിലെ രാജാവ്, അദ്ദേഹത്തിന്റെ പേര് ഫെർഡിനാൻഡ് സെക്കൻഡ് എന്നാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഇസബെല്ല എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ഈ അതായത് ഈ ജലപാത കണ്ടുപിടിക്കാനായിട്ട് ക്രിസ്റ്റഫർ കൊളംബസിന് സാമ്പത്തിക സഹായം നൽകുകയാണ്. അങ്ങനെ 1492-ലും 93-ലും 98-ലും ഒക്കെ കരീബിയൻ കടലിലൂടെ കടന്ന് അദ്ദേഹം ബഹാമാസ് എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കയിലല്ല ഇദ്ദേഹം എത്തിയത്, മറ്റൊരു ദ്വീപിലാണ് എത്തുന്നത്. പക്ഷെ ഈ ബഹാമാസിലും ഇത് എത്തിക്കഴിഞ്ഞ ഇദ്ദേഹം എന്താണ് വിചാരിച്ചത്? ഇദ്ദേഹം വിചാരിച്ചത് ഇതാണ് ഇന്ത്യ എന്ന് വിചാരിച്ച് അദ്ദേഹം തിരിച്ചു എന്നിട്ട് ഞങ്ങൾ ഇന്ത്യ കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഇവിടെയുള്ള അമേരിക്കയിലെയും കാനഡയിലെയും പൂർവികര്
ഇന്ത്യൻസ് എന്നാണ് വിളിക്കുന്നത്, ഇന്ത്യൻസ്. കാരണം ഇദ്ദേഹം പോയി പറഞ്ഞതെന്നു വെച്ചാൽ, ഞാൻ ഇന്ത്യക്കാരെ കണ്ടത്, ഇപ്പൊ ഇവിടുത്തെ ആദിവാസികളെ കണ്ടിട്ടതിന് ശേഷം തിരിച്ചു ചെന്നപ്പോ ഇത് കണ്ടുപിടിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ഒരു കാര്യം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. സ്വർണ്ണം, ഇവര് പറഞ്ഞ പോലെ സ്വർണ്ണോ കല്ലുകളോ അമൂല്യമായ വസ്തുക്കളോ ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഈ 1400 അല്ല 92 എന്നൊക്കെ പറയുന്നത് ഒരു ഇന്നത്തെ ആഡംബര കപ്പലുകൾ പോലുള്ള കപ്പലുകളൊന്നും ഇല്ലാത്ത സമയത്ത്, വളരെ പ്രകൃതിയുടെ വളരെ മോശം കാലാവസ്ഥയിൽ പോലും അദ്ദേഹം 4 യാത്രകളാണ് ആ ജലപാത ഉപയോഗിച്ച് നടത്തിയെന്നുള്ളതാണ്. അപ്പോ ഈ ചെ അതും പൊട്ടിപ്പൊളഞ്ഞ കപ്പലുകളാന്നാ പറയുന്നത്. അപ്പം കടൽ യാത്ര ഇഷ്ടപ്പെട്ടിരുന്നു. ഇന്ത്യ നല്ലൊരു സമ്പന്നമായ രാജ്യമാണ് ആയിട്ടാണ് അവർ കണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ സ്വർണവും കുരുമുളകും ഏലവും ഒക്കെ കൊണ്ടുപോകാനായിട്ടാണ് അവർ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആശയം ഉപയോഗിച്ചത്. അപ്പൊ പരന്ന ഭൂമി എന്നുള്ള ചിന്തയിൽ നിന്നും ഭൂമി ഉരുണ്ടതാണ് എന്ന ഒരു ചിന്തയിലേക്ക് അദ്ദേഹം വന്നു. അപ്പൊ യൂറോപ്പിൽ നിന്ന് പടിഞ്ഞാറോട്ട് പോകുമ്പോൾ വ്യാപ്തി കൂടുമെന്നും, എന്നാൽ അത് കിഴക്ക് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് പോകാൻ കഴിയുന്നു എന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചിട്ടാണ് ഈ സ്പെയിനിലെ രാജാവിനെ വിശ്വസിപ്പിച്ചിട്ടാണ് പണം വാങ്ങുന്നത്. അപ്പം ഈ ഈ സ്വർണവും കുരുമുളകും ഇത് സ്പൈസസും ഒക്കെ കൊണ്ടു തന്നാൽ 10,000 സ്പാനിഷ് പണം അദ്ദേഹത്തിന് കൊടുക്കാന്നൊക്കെ വാഗ്ദാനം ഉണ്ടായിരുന്നു. ഇതെല്ലാം അറിയുന്നത് അദ്ദേഹം ഇതെല്ലാം ഡയറികളിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ്. അപ്പം മാസങ്ങൾക്ക് ശേഷം ഇങ്ങനെ അദ്ദേഹം പല യാത്രകളും നടത്തി കര കാണാതെ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നടത്തിയതിന് ശേഷമാണ് അദ്ദേഹം പലപ്പോഴും ഈ മെക്സിക്കോയിലേക്കും അതുപോലെ ജമൈക്ക, ക്യൂബ, അങ്ങനെ സാന്റാ ഡൊമിനിഗോ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി പെട്ടത്. അപ്പം ഈ ഇന്ത്യ ആണെന്ന് തെറ്റിദ്ധരിച്ച സ്ഥലത്ത് അദ്ദേഹം പിന്നീട് ഞാൻ പറഞ്ഞ പോലെ റെഡ് ഇന്ത്യൻസ് എന്നാണ് ഇപ്പൊ അവര് വിളിക്കുക. അപ്പൊ അതിസാഹസികനായ കടയാത്രികനായിരുന്നത്. അപ്പൊ പോർച്ചുഗലിലൊക്കെ ജനിച്ച് ഒരുപാട് യാത്രകൾ തന്നെ ചെറുപ്പത്തിലെ, അതില് അദ്ദേഹത്തിന്റെ കൗമാര കാലത്ത് തന്നെ ക്രിസ്റ്റഫർ കൊളംബസ് യാത്ര നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരുപാട് ചരിത്രമൊക്കെ നമുക്ക് ഈ പറയുന്ന ഹിസ്റ്ററിയിൽ പഠിക്കാൻ കഴിയും. അപ്പൊ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്, അന്ന് വരെ ഭൂമി ഉരുണ്ടതാണ് ഭൂമി പരന്നതാണ് ചിന്തിച്ചിരുന്നവർക്കിടയിലേക്ക് സ്പെയിനിന്റെ അല്ലെങ്കിൽ അന്നത്തെ സ്പാനിഷ് രാജാവിന്റെ ഫണ്ടിങ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം യാത്ര ചെയ്യാൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിന് എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തത്? അദ്ദേഹം ഒരു കമ്പിളി വ്യാപാരിയുടെ മകനായിരുന്ന അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് ഇത്ര യാത്രകൾ നടത്തിയിട്ടാണ്, പ്രത്യേകിച്ച് നീന പിന്റ, സാന്റാ മാരിയ എന്നൊക്കെയുള്ള ഷിപ്പിലൊക്കെ ഇതൊക്കെ യാത്ര ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിച്ചതാണ്. അപ്പം ക്രിസ്റ്റഫർ കൊളംബസിന്റെ കാര്യം ആണ് ബുക്കിൽ പറയുന്നത്. പറഞ്ഞിട്ട് മറ്റൊരാളുടെ കാര്യങ്ങൾ പറയുന്നത് ഗലീലിയോയുടെ കാര്യമാണ്. എന്താണ് ഗലീലിയോ അതിലും രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധി നേരിട്ടതാണ്. അതായത് അന്ന് വരെ ഭൂമി കറങ്ങുന്നില്ല, നിശ്ചലമായി നിൽക്കുകയാണ്, സൂര്യനാണ് നമുക്ക് ചുറ്റും കറങ്ങുന്നതെന്നാണ് പൊതുവെ ഉള്ള വിശ്വാസം. അപ്പം ഭൂമി സൂര്യനെ പ്രദക്ഷിണം വെക്കുന്നു എന്നുള്ള ചിന്ത അദ്ദേഹമാണ് കൊണ്ടുവന്നത്. പക്ഷെ ടെലസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം അന്നത്തെ കാലത്ത് ഒരു നവീന പാതയിലൂടെ ഈ ഇത് ഉപയോഗിക്കുന്നത്. ഈ അന്ന് സയൻസ് ഇല്ല, സയൻസ് ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടില്ല. അപ്പം ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം അല്ല ടെലസ്കോപ്പ് കണ്ടുപിടിക്കപ്പെട്ട ടെലസ്കോപ്പിനെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം പല ഇത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. അപ്പം ഈ ഭൂമി സൂര്യനെ പ്രദക്ഷിണം വെക്കുകയാണെന്നുള്ള ആ വലിയ സത്യം നമ്മുടെ കത്തോലിക്ക സഭയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം കത്തോലിക്ക സഭ വിശ്വസിച്ചിരുന്നത് നേരെ തിരിച്ചാണ്. സൂര്യനാണ് ഭൂമി നിശ്ചലമായിട്ട് നിൽക്കുകയാണ്, സൂര്യൻ നമ്മളെ ചുറ്റുന്നു. അപ്പോ ഈ സൗരകേന്ദ്ര സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു പുതിയ സിദ്ധാന്തമാണ് അദ്ദേഹം വെളിച്ചം വീശിയത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒരു പുരോഹിതനാകണമെന്നൊക്കെയായിരുന്നു ആഗ്രഹം. അച്ഛനാണെങ്കിൽ ഡോക്ടർ ആകണമെന്നാണ് ആഗ്രഹം. അപ്പൊ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഗണിതശാസ്ത്രത്തിലാണ് ഗലീലിയോ ശ്രദ്ധിച്ചത്.
അദ്ദേഹം ഒരു സ്കൂളിലെ ട്യൂഷനൊക്കെ നടത്തുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം കണക്കിന്റെ അധ്യാപകനായി മാറുന്നുണ്ട്. ഒരു പ്രൊഫസറായി മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തൂങ്ങിയാടുന്ന വിളക്കിൽ നിന്ന് സമയം അളക്കാനായിട്ട് തന്റെ ബോഡിയുടെ സ്പന്ദനങ്ങൾ ഉപയോഗിച്ച് സമയം അളക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹം ഈ സമയത്തെ ക്രമീകരിക്കാനായിട്ട് ക്ലോക്ക് രൂപീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കത്തോലിക്ക സഭയുടെ പുസ്തകത്തിന് എതിരായിട്ട് ഗലീലിയോ അല്ലെങ്കിൽ ബൈബിളിന് എതിരായിട്ട് ഗലീലിയോ ശബ്ദിച്ചത് പോപ്പിനെ വളരെയധികം അവഹേളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സഭയുടെ വിചാരണ കോടതിയിൽ അദ്ദേഹം എത്തിപ്പെടുകയും സഭ കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം ലംഘിക്കുകയും ചെയ്തു എന്നാണ്. അതായത് തന്റെ കണ്ടുപിടുത്തം തെറ്റാണെന്ന് പറയണം, പുസ്തകം ഇനി എഴുതാതിരിക്കണം എന്നുള്ള കൂടെ പല ആവശ്യങ്ങൾ അവര് പറയുമെങ്കിലും ഇദ്ദേഹം അത് കണക്ക് കൂട്ടാതിരുന്നുകൊണ്ട് ആദ്യം അദ്ദേഹത്തിന് ഹൗസ് അറസ്റ്റ്, അതായത് തന്നെ കാരാഗ്രഹത്തില് വീട്ടുതടങ്കലില് ആക്കുകയും പിന്നെ കണ്ണിന് കാഴ്ചക്കുറവൊക്കെ ബാധിച്ച് എന്നാൽ പോലും അദ്ദേഹം പിന്നീടും ശാസ്ത്ര ഗവേഷണങ്ങൾ അവിടെ നടത്തിയെന്നാണ് പറയുന്നത്. അതിനു മുമ്പ് മതത്തിന്റെ ഈ കോടതി ബ്രൂണോ എന്ന് പറയുന്ന മറ്റൊരു ആളെ ചുട്ടുകൊന്നിട്ടുണ്ട്. അപ്പം എന്നാൽ പോലും ഇദ്ദേഹത്തിന് ആ ഗതി വന്നില്ല. ഗലീലിയോയ്ക്ക് ആ ഗതി വന്നില്ല. ഗലീലിയോ ഹൗസ് അറസ്റ്റ് ആണ്, അത് വീട്ടു തടങ്കലാണ് വന്നത്. അപ്പൊ ഒരു ജന്മം മുഴുവനാണെന്നാണ് അദ്ദേഹം ബലമൊഴിച്ചത്. ശാസ്ത്രത്തിന്റെ പുതിയ വഴിയിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഐസക് ന്യൂട്ടൺ വരുന്നതിന് തൊട്ട് മുമ്പ് ഐസക് ന്യൂട്ടന് ശരിക്കും പറഞ്ഞാൽ കളവൊരുക്കിയത് ഈ ശാസ്ത്ര ഗവേഷണങ്ങളാണ്. അപ്പം സഭയുടെ ചിന്തയ്ക്ക് വിരുദ്ധമായിട്ട് ചിന്തിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് നീതി ലഭിച്ചില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാനിപ്പോ ഇവിടെ പറയാനുള്ള ഒരു കാരണം ഇത്തരം പലപ്പോഴും തെറ്റായ ഒരു ധാരണയായിരുന്നു. ഭൂമി പരന്നാണ് അത് ഇരിക്കുന്നതെന്നും സൂര്യൻ ഭൂമി സൂര്യനെ ചുറ്റുന്നതിന് പകരം സൂര്യനാണ് ഭൂമിയെ ചുറ്റുന്നത്, ഭൂമി നിശ്ചലമായിട്ടിരിക്കുകയാണെന്നൊക്കെ ഉള്ള ചിന്തകൾ തെറ്റായിരുന്നു. പക്ഷെ അത് ക്ലോസ്ഡ് മൈൻഡ്, അതിൽ അടച്ചു വെക്കപ്പെട്ട ചിന്തകളാണ്. അപ്പൊ അതിൽ നിന്ന് തുറന്ന മനസ്സിലേക്ക് ഒരു ചിന്ത വന്നപ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടായത്. അപ്പൊ നമുക്കറിയാം പലപ്പോഴും ഈ കപ്പൽ യാത്ര നടത്തിയ കൊളംബസിന് ആൽക്കഹോളിക്കായിട്ട് ചിത്രീകരിക്കാറുണ്ട്. കാരണം കൊളംബസ് എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എന്ന് അറിയത്തില്ല, എപ്പോഴാണ് വീട്ടിലേക്ക് വരുന്നതെന്ന് അറിയത്തില്ല. ഈസ്റ്റിലേക്ക് പോണതിന് വെസ്റ്റിലേക്ക് പോവും. കാരണം അദ്ദേഹം ഏതെങ്കിലും സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഏത് സ്ഥലത്താണ് എത്തിപ്പെട്ടതെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. ഏത് സ്ഥലത്ത് തിരിച്ചു വന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഏത് സ്ഥലത്താണെന്ന് അദ്ദേഹം പേരറിയത്തില്ല. അങ്ങനെയുള്ള ഇതിന് പലപ്പോഴും തമാശയ്ക്ക് പഴമക്കാർ പറയാറുണ്ട് അദ്ദേഹം ഒരു ആൽക്കഹോളിക് ആണെന്ന്. കാരണം അദ്ദേഹം പോയ വഴി അറിയത്തില്ല, തിരിച്ചു വന്ന വഴി അറിയത്തില്ല, ഏത് സ്ഥലത്താ പോയെന്ന് അറിയത്തില്ല, ഏത് കിഴക്കോട്ടാണോ വടക്കോട്ടാണോ തെക്കോട്ടാണോ പോയത് എന്നറിയത്തില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂമി ഉരുണ്ടതാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് സഹായിച്ച ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം ഒരു ബിലീവ് ചെയ്തു, വിശ്വാസത്തിലേക്ക് എടുത്തു. പിന്നെ അദ്ദേഹം ഒരു തീരുമാനത്തിലേക്ക് എത്തി. പിന്നെ ആ തീരുമാനത്തിന് ഈ സ്പാനിഷ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് ഉണ്ടാക്കി അദ്ദേഹം ഒരു ദിവസം ബോട്ട് ഉണ്ടാക്കി ഈ പറയുന്ന യാത്ര തുടർന്നു. അപ്പോൾ 5 സ്റ്റെപ്പുകളാണ് അവിടെ നമ്മൾ കാണാൻ കഴിയുന്നത്. ഒന്ന്, അദ്ദേഹം ഒരു വില്ലിങ്നെസ്, എനിക്ക് ഇത് പോകണം എന്നുള്ള ഒരു വില്ലിങ്നെസ്സിലേക്ക് വന്നു. അത് സ്റ്റെപ്പ് 1 ആയിട്ട് നമുക്ക് കണക്കാക്കാം. എല്ലാവരും ഭൂമി ഫ്ലാറ്റ് ആണെന്ന് പരന്നിരിക്കുന്നു എന്ന് വെച്ചപ്പോൾ അദ്ദേഹം മാത്രം റൗണ്ട് എന്ന് വിശ്വസിച്ചു. അതിനെ സ്റ്റെപ്പ് 2 ബിലീവായിട്ട് ചിന്തിക്കാം. പിന്നെ മൂന്നാമത്തത് മേക്ക് എ ഡിസിഷൻ, അതായത് തന്റെ വിശ്വാസം തെളിയിക്കാനായിട്ട് തീരുമാനിച്ചു. നാലാമത്തത് ടേക്ക് ആക്ഷൻ, അതായത് നാലാമത്തെ പടിയായിട്ട് ചിന്തിക്കാം. അല്ലെങ്കിൽ 4 മുതൽ 11 വരെയുള്ള പടികളായിട്ട് ഒരു ഷിപ്പ് ഉണ്ടാക്കി. അഞ്ചാമതായിട്ട് 12ാം പടിയിൽ നമ്മൾ പറയുന്ന ഗെറ്റ് റിസൾട്ട്, അതായത് ഭൂമി ഉരുണ്ട് തിരിക്കുന്നതാണെന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ പറ്റും. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ആ ഒരു പാരഗ്രാഫില് നമുക്ക് പറയാനുള്ള. അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. ഞങ്ങളോട് ഈ ചോദ്യം ചോദിച്ചു. പൗരാണികന്മാർ ഭൗതിക കാര്യങ്ങളോട് പുലർത്തിയിരുന്നത് പോലെ തെറ്റായ മനോഭാവവും അയുക്തികമായ സമീപനവും ആത്മീയ കാര്യങ്ങളോട് ആധുനികരായ ഞങ്ങളിൽ ചിലർക്കുമില്ലേ? കിറ്റി ഹോക്ക് എന്ന സ്ഥലത്ത് റൈറ്റ് സഹോദരന്മാർ ആദ്യമായി നടത്തിയ വിജയകരമായ വിമാനം പറപ്പിക്കലിനെ കുറിച്ചുള്ള വിവരണം അച്ചടിക്കുന്നതിന് നമ്മുടെ ഈ നൂറ്റാണ്ടിൽ പോലും അമേരിക്കൻ പത്രങ്ങൾക്ക് ഭയമായിരുന്നു. പറക്കാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ?
പ്രൊഫസർ ലാംഗയുടെ വ്യോമയാന യന്ത്രം പോട്ടോമാ പോട്ടോമാർക്ക് നദിയിൽ വീണില്ലേ? ഏറ്റവും സമർത്ഥരായ ചില ഗണിതശാസ്ത്ര പ്രതിഭകൾ മനുഷ്യന് ഒരിക്കലും പറക്കാൻ കഴിയില്ലെന്ന് തെളിയിച്ചിട്ടില്ലേ? ദൈവം ഈ പ്രത്യേക പാഠവും പക്ഷികൾക്കു മാത്രമായി റിസർവ് ചെയ്തിരിക്കുകയാണെന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഏതാണ്ട് 30 വർഷങ്ങൾക്ക് ശേഷമാണ് ആ വ്യോമ വിജയം ഏതാണ്ടൊരു പഴങ്കഥയായതും വിമാന ഗതാഗതം പൂർണ്ണതോതിൽ നടപ്പിൽ വന്നതും. അപ്പോ അവിടെ പറയുന്നത് റൈറ്റ് സഹോദരന്മാരെ കുറിച്ചാണ്. അപ്പം നമുക്കറിയാം അമേരിക്കയിലെ റൈറ്റ് സഹോദരന്മാർ. അതിനു മുമ്പ് ആം, മറ്റൊരു ആളുടെ പേര് അവിടെ പറയുന്നുണ്ട്, പ്രൊഫസർ ലാങ്ക്ലിയുടെ. അദ്ദേഹത്തിന്റെ പേര് പ്രൊഫസർ ലാങ്ക്ലി എന്നാണ്. ലാങ്ക്ലി അങ്ങനെയാണ് ഇംഗ്ലീഷിലെ ബുക്കിലുള്ളത്. അപ്പൊ അദ്ദേഹവും ഇതുപോലെ തന്നെ തന്റെ എയറോഡ്രോം ഉപയോഗിച്ചുകൊണ്ട് പറക്കാൻ ശ്രമിച്ചിരുന്ന, ഒരുപാട് തവണ പറക്കാൻ ശ്രമിച്ചിരുന്ന ഒരാളാണ്. പട്ടവും പക്ഷികളും ഒക്കെ പറക്കുന്നത് പോലെ തനിക്കും പറക്കാൻ പറ്റും എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് സാമുവൽ പിയർപോൺ ലാംഗ്ലി എന്നാണ്. അദ്ദേഹം ലാംഗ്ലിയുടെ പിതാവ് ബോസ്റ്റണിലെ ഒരു വ്യാപാരിയായിരുന്നു. അദ്ദേഹം അവിടെ ബോസ്റ്റൺ സ്കൂളിലാണ് പഠിച്ചത്. ജ്യോതിശാസ്ത്രത്തിന്റെ പുസ്തകങ്ങള് 9 വയസ്സുള്ളപ്പോൾ മുതൽ അദ്ദേഹം വായിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിന്റെ സഹോദരൻ ജോൺ അങ്ങനെ അതിനെ സഹായിച്ചു. പിന്നെ ഗലീലിയോ കാരണം വ്യാഴമൊക്കെ കണ്ടുപിടിച്ച ഗലീലിയാണ്. അപ്പൊ ഈ വ്യാഴത്തിന്റെ ഉപകരണങ്ങളെയും ശനിയുടെ ഇതുമൊക്കെ അദ്ദേഹം നിരീക്ഷിച്ചു. അദ്ദേഹം ഈ ജ്യോതിശാസ്ത്രത്തില് ഒരു ജോലിയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഈ ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കുന്നതിൽ ലാംഗ്ലി വളരെ സമർത്ഥനായിരുന്നു. അങ്ങനെ വാസ്തുവിദ്യകളും ഡിസൈനർമാരുടെ ഇടയിൽ നിന്നൊക്കെ അദ്ദേഹം മെക്കാനിക്കലായിട്ടുള്ള ചില പരിശീലനങ്ങൾ നേടുന്നുണ്ട്. അങ്ങനെ ലാംഗ്ലി സഹോദരൻ ജോണും ദൂരദർശിനി പണിതു. അങ്ങനെ മറ്റ് പഠന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിച്ചു. അദ്ദേഹം ഇതിനെപ്പറ്റി കൂടുതൽ അറിവ് നേടി. പ്രത്യേകിച്ച് പെൻസിൽവാനിയയിൽ നിന്ന് അദ്ദേഹം നിരീക്ഷണാലയത്തിൽ സന്ദർശിക്കുന്നുണ്ട്. പിന്നെ ഈ നിരീക്ഷിക്കാനായിട്ട്, അതായത് ഇങ്ങനെ പറക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കാനായിട്ട് അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. അദ്ദേഹം ഈ ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ ഈ സൂര്യനോട് വളരെ, കാരണം അന്നത്തെ കാലത്താണ് സൂര്യൻ നമ്മളെ വലം വെക്കുക എന്നൊക്കെ ഉള്ള, അല്ല ഭൂമി സൂര്യനെ വലം വെക്കുകയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ നിരീക്ഷണങ്ങളൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. അപ്പൊ അനേകം ശ്രമങ്ങൾ പറക്കാനുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹം ശ്രമിച്ചു. അങ്ങനെ അദ്ദേഹം ശ്രമിച്ച എൻജിൻ ഒരു പുഴയില്, ഈ പുഴയുടെ പേര് പറയുന്നുണ്ട്, ബോട്ടം ഓഫ് ദ പോട്ടോമാക് റിവറിന്റെ ബോട്ടത്തിൽ പതിക്കുന്നു. അത് തിരിച്ച് എടുക്കുകയൊക്കെ ചെയ്യണം. അപ്പൊ അനേകം പരീക്ഷണങ്ങൾ അദ്ദേഹം ചെയ്തു. അനേകം പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് അത് പുഴയില് പൊട്ടി തകരുന്നത്. പിന്നീട് കടന്നു വന്ന പല ആളുകളും ഇത് തുടർന്ന് പരീക്ഷിക്കാനായിട്ട് ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ ഡിസൈനും ഇദ്ദേഹത്തിന്റെ ചിറകും എഞ്ചിനുകളും ഒക്കെ ഉപയോഗിച്ച് കൂടുതൽ പഠനങ്ങൾ തുടർന്നുകൊണ്ടാണ്. പ്രത്യേകിച്ച് അന്നത്തെ പ്രസിഡന്റ് $50,000 ഇദ്ദേഹത്തിന് ഈ ലാംഗ്ലിയുടെ ഈ കണ്ടുപിടുത്തത്തിന് കൊടുക്കാനായിട്ട് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ഈ എയറോഡ്രാമുകൾ ഉപയോഗിച്ചുകൊണ്ട് പറക്കുക എന്നുള്ള ആദ്യത്തെ ആശയം അദ്ദേഹം കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പം പിന്നീട് പുഴ പതിക്കുന്ന പലപ്പോഴും ഈ അനേകം ശ്രമങ്ങൾക്ക് ശേഷമാണ് അത് വിജയത്തിലേക്ക് പിന്നീട് റൈറ്റ് ബ്രദേഴ്സ് ആണ് എത്തിക്കുന്നത്. പക്ഷെ ഈ ലാംഗ്ലിയുടെ കാര്യത്തിൽ എന്താണ് ഉണ്ടായത്? അദ്ദേഹം ഈ ചിറകുകൾ പണിയുകയും ഇതുപോലുള്ള ഫ്രെയിമൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തെങ്കിൽ അതിന് പതനം സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോ 1903 വരെ ഇദ്ദേഹം ഈ എഞ്ചിനുകൾ പറപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞത് ആദ്യം ഒരു പരാജയമുണ്ടായ ആളാണ്, വളരെയധികം പരാജയമുണ്ടായ ആളാണ്. പക്ഷെ എന്നാൽ നമ്മൾ റൈറ്റ് ബ്രദേഴ്സിലേക്ക് എത്തുമ്പോഴോ
റൈറ്റ് ബ്രദേഴ്സ് സൈക്കിൾ കടയുടെ ഉടമയായിരുന്നു. അത് അവര് പ്രത്യേകിച്ച് സൈക്കിൾ ബൈക്ക് എന്നാണ് പറയുക. അപ്പൊ സൈക്കിൾ വിൽക്കുന്ന കടയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ സൈക്കിളുകളും മോട്ടോറുകളും ഒക്കെ. പക്ഷേ ഈ ഇവര് അനേകം പരീക്ഷണങ്ങൾ ഇതുപോലെ പരാജയപ്പെട്ട അനേകം പരീക്ഷണങ്ങൾ അത് അവര് ചെയ്യുന്നുണ്ട്. അവരുടെ പരീക്ഷണങ്ങൾ ഇതുപോലെ പരാജയപ്പെടുന്നുണ്ട്. 1903 4 മൈൽ വരെ, അതായത് ഏകദേശം 6 കിലോമീറ്റർ 1903 ഡിസംബർ 17 ഇവര് പറത്തുന്നുണ്ട്. അപ്പം ഈ ഒഹായോ ബേസ്ഡ് ആയിട്ടായിരുന്നു അവരുടെ കട. പ്രത്യേകിച്ച് പ്രസ് ഉണ്ടായിരുന്നു, സൈക്കിൾ ഉണ്ടായിരുന്നു, മോട്ടോർ അങ്ങനെയുള്ള മെഷീനുകളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു കടയായിരുന്നു. അപ്പോൾ 1903 തന്നെ അദ്ദേഹം മറ്റൊരു യാത്രയില് 5.9 സെക്കൻഡ് കൊണ്ട് 85 അടി വരെ പൊങ്ങി. പിന്നെ അടുത്ത പരീക്ഷണം 105 അടിയാണ്, അത് 5 മിനിറ്റ് കൊണ്ടാണ് പൊങ്ങിയത്. അപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷം നമ്മൾക്കും പറക്കാൻ കഴിയും എന്നുള്ളൊരു ആശയമാണ് റൈറ്റ് ബ്രദേഴ്സ് നമുക്ക് നൽകിയത്. അപ്പൊ ഇത് ഒരു വലിയ വിശദമായ പഠനത്തിലേക്കൊന്നും നമുക്ക് പോകേണ്ട കാര്യമില്ലെങ്കിലും ഇവിടെ ഈ ബിഗ് ബുക്കിൽ ഈ 3 പരീക്ഷണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് ചില പരാജയങ്ങൾക്ക് ശേഷവും ചില വീഴ്ചകൾക്ക് ശേഷമൊക്കെയാണ് പല തെളിവുകളും നമ്മളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നതെന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം ഇപ്പൊ നമ്മുടെ ബിഗ് ബുക്ക് ഇറങ്ങിയത് 1939 പക്ഷേ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തുന്നത് 1969 അപ്പോളോ 11 എന്ന് പറയുന്ന ഇതിനകത്താണ് അവിടെ കാലുകുത്തുന്നത്. അപ്പൊ അപ്പോളോ 11 എന്ന് പറഞ്ഞാൽ അപ്പോളോ 10 ഉണ്ടായിരുന്നു, 9 ഉണ്ടായിരുന്നു, അതുവരെ ഉള്ള 10 ശ്രമങ്ങൾ പരാജയത്തിന് ശേഷമാണ് അപ്പോളോ 11 ഉണ്ടായത്. അപ്പോ അനേകം ശ്രമങ്ങൾക്ക് ശേഷമാണ് അപ്പോളോ 11 നീൽ ആംസ്ട്രോങ്ങിനും ബസ് അൽഡം എന്ന് പറയുന്ന ആൾക്കും കൂടിയാണ് അവർക്ക് നമുക്ക് നീൽ ആംസ്ട്രോങ്ങിനെ ആർക്കും മറക്കാനാവില്ല. ഇപ്പോഴത്തുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരാളാണ് നീൽ ആംസ്ട്രോങ്. ആദ്യമായിട്ട് മൂണില് കാലുകുത്തിയ ഒരാള്. അപ്പം ഇത്തരം ഉള്ള ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ പലരും ഒരുപാട് കഷ്ടപ്പെട്ട് പലരും പല കാര്യങ്ങളും നേടിയത് അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഈ ഭൗതിക ലോകത്ത്, ആധുനിക ലോകത്ത് ഭൗതിക നേട്ടങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് വരുന്നു എന്നുള്ള ഒരു സങ്കല്പമാണ്. അപ്പം അത് ആ പാരഗ്രാഫിലേക്ക് ഒന്നും കൂടി പോകാം. ഞങ്ങളോട് ചോദ്യം ചോദിച്ചു. പൗരാണികരുടെ ഭൗതിക കാര്യങ്ങളോട് പുലർത്തിയിരുന്നത് പോലെ തെറ്റായ മനോഭാവം, അതായത് ഭൂമി പരന്നതാണെന്ന് വിശ്വസിച്ചിരുന്നു, സൂര്യൻ ഭൂമിയെ ചുറ്റുന്നില്ല എന്ന, ഭൂമിയാണ് സൂര്യനാണ് ഭൂമിയെ ചുറ്റുന്നത്, ഭൂമി ചുമ്മാ നിൽക്കുന്നു മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചിരുന്നവരിൽ നിന്ന് നമ്മൾ ഇന്ന് ആധുനികതയിലേക്ക് വന്നപ്പോൾ പല കാര്യങ്ങളും നമ്മൾ തുറന്ന മനോഭാവത്തോടു കൂടി ചിന്തിക്കാൻ തുടങ്ങിയതാണ്. ഇതിനു മുമ്പ് പറക്കാൻ പല ശ്രമങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ടാവില്ലേ. അപ്പൊ ഇപ്പോഴേ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പ്രൊഫസർ ലാംഗ്ലി എന്നൊക്കെ നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഇപ്പൊ ഈ മീറ്റിംഗിൽ പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കിട്ടും, ഇതിന്റെ ഒരുപാട് ആശയങ്ങൾ കിട്ടും. അപ്പോ ഇത് തുടങ്ങുന്നത് എവിടെ വെച്ചാണ്? ലെറ്റ്സ് ലുക്ക് അറ്റ് ദ റെക്കോർഡ് എന്ന് പറയുന്ന ഗവർണർ പറയുന്നിടത്തു നിന്നാണ് അല്ലെ. ആ ഗവർണർ ന്യൂയോർക്കിലെ ഗവർണറാണ് എന്ന് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറയുന്ന ആൽഫ്രഡ് ടി സ്മിത്ത് പറയുന്ന കാര്യങ്ങൾക്ക് ശേഷമാണ് ഈ റെക്കോർഡുകളിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. നമ്മുടെ മനസ്സിനെ കൊണ്ടുപോയതിനു ശേഷം അടുത്ത പാരഗ്രാഫിൽ നമുക്ക് വായിക്കാമോ? പക്ഷേ മിക്ക രംഗങ്ങളിലും നമ്മുടെ ചിന്തയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നതിന് നമ്മുടെ തലമുറ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഏതെങ്കിലും കപ്പലിൽ നിന്നു ചരക്കിറക്കുന്ന ഒരു തൊഴിലാളിയെ റോക്കറ്റ് ഉപയോഗിച്ച് ചന്ദ്രനിൽ പര്യവേഷണം നടത്തുന്നതിനെ കുറിച്ച് വിവരിക്കുന്ന ഒരു സൺഡേ സപ്ലിമെന്റ് കാണിക്കുക. അയാൾ പറയും, അവരത് ചെയ്യുമെന്ന് ഞാൻ വാതുവെക്കുന്നു. ഉടനെയല്ലെങ്കിലും അധിക താമസിയാതെ പുതിയവയ്ക്കായി ലാഘവ ബുദ്ധിയോടെ പഴമയെ നിഷേധിക്കുകയും പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുള്ള ലഘുയന്ത്രങ്ങളെയും തത്വങ്ങളെയും വേണ്ടെന്നു വെച്ചു പ്രാവർത്തികമാക്കാൻ എളുപ്പമുള്ള പുതിയവയ്ക്ക് വേണ്ടി പൂർണ്ണമായി സന്നദ്ധത കാണിക്കുകയും മുദ്രയാക്കിയിട്ടുള്ള ഒരു യുഗമല്ലേ നമ്മുടേത്. ഞങ്ങളുടെ വീക്ഷണം മാറ്റുന്ന കാര്യത്തിലുള്ളതുപോലുള്ള ഇതേ സന്നദ്ധത തന്നെ. അതെ. അപ്പം മിക്ക രംഗങ്ങളിലും നമ്മുടെ ചിന്തയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് നമ്മുടെ തലമുറ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നമ്മുടെ ചിന്തയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം. നമ്മൾ ഭൂമി പരന്നതാണെന്ന് ചിന്തിക്കാം, ഉരുണ്ടാന്ന് ചിന്തിക്കാം,
സൂര്യൻ നമ്മളെ ചുറ്റുമെന്ന് വിചാരിക്കാം, ഭൂമി സൂര്യനെ വിചാരിക്കും, ഇതിനൊക്കെ യാതൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ പറയണം, 1939 നമ്മുടെ പുസ്തകത്തില് ഈ പറയുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്. റോക്കറ്റ് ഉപയോഗിച്ച് ചന്ദ്രനിൽ പര്യവേഷണം നടത്തുക. നമ്മള് അതിനുശേഷം ആണ് ചന്ദ്രനിൽ പര്യവേഷണം നടത്തിയത്. അപ്പോ 10-20 വർഷങ്ങൾക്ക് ശേഷമാണ് 1969 എന്ന് പറയുമ്പോഴത്തേക്കും 30 വർഷങ്ങളായി കാണും. 30 വർഷങ്ങൾക്ക് ശേഷമാണ് ചന്ദ്രനിൽ. അപ്പൊ അന്നത്തെ നമ്മുടെ ബുക്കിൽ ഈ പറയുന്ന ചന്ദ്രനിൽ പര്യവേഷണം നടത്തിയതിനെ കുറിച്ച് പറയുകയാണ്. അപ്പോ ഇതൊരു കോയിൻസിഡൻസ് ആയിട്ട് പലപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും. അപ്പൊ ഈ ഇത്തരം കാര്യങ്ങൾ, അതായത് നമ്മുടെ ചിന്ത, അടഞ്ഞ ചിന്തയ്ക്കും തുറന്ന ചിന്തയ്ക്കും ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരാളോട് കപ്പലിൽ നിന്ന് ചരക്കിറക്കുന്ന ഒരു തൊഴിലാളിയെ റോക്കറ്റ് ഉപയോഗിച്ച് ചന്ദ്രൻ പര്യവേഷണം നടത്തുന്നതിനെ കുറിച്ച് വിവരിക്കുന്ന ഒരു സൺഡേ സപ്ലിമെന്റ് കാണിക്കുക. അതായത് ചുമ്മാ നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയും അവരത് ചെയ്യുമെന്ന് ഞാൻ വാദം വെക്കുന്നു ഉടനെ അല്ലെങ്കിൽ അധികം താമസിയാതെ. പുതിയവയ്ക്കായി ലാഘവ ബുദ്ധിയോടെ പഴമയെ നിഷേധിക്കുകയും പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുള്ള ലഘുയന്ത്രങ്ങളെയും തത്വങ്ങളെയും വേണ്ടെന്ന് വെച്ച് പ്രാവർത്തികമാക്കാൻ എളുപ്പമുള്ള പുതിയവയ്ക്ക് വേണ്ടി പൂർണ്ണമായി സന്നദ്ധ കാണിക്കുകയും മുഖമുദ്രയ്ക്കുള്ള യുഗമല്ലേ നമ്മുടേത്. ഞങ്ങളുടെ വീക്ഷണം മാറ്റുന്ന കാര്യത്തിലുള്ളതുപോലെ ഇതേ സന്നദ്ധ തന്നെ. എന്താണ് അവിടെ പറയുന്നത് വെച്ചാൽ, നമുക്ക് എപ്പോഴും ഒരു എളുപ്പമുള്ള കാര്യങ്ങൾ, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളോടാണ് താല്പര്യം. ഒരു സിമ്പിൾ ലെവലിൽ പോകുന്ന കാര്യങ്ങൾ. ഇവിടെ ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറാകുമ്പോൾ മാത്രമാണ് നമുക്കിത് നമ്മുടെ കാഴ്ചപ്പാട് മാറാൻ കഴിയുള്ളൂ. നമുക്ക് നമ്മുടെ വ്യക്തിത്വ വികസനം ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. പഴമയെ നിഷേധിക്കുകയും പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുള്ള ലഘുയന്ത്രങ്ങളുടെയും തത്വങ്ങളുടെയും വേണ്ടെന്ന് വെച്ച് പ്രാവർത്തികമാക്കാൻ എളുപ്പമുള്ള പുതിയവയ്ക്ക് വേണ്ടി പൂർണ്ണമായി സന്നദ്ധ കാണിക്കുകയും മുഖമുദ്രകൾ യുഗമല്ലേ നമ്മുടേത് എന്ന് ചോദിച്ചിട്ടാണ് അത് പഠിക്കുന്നത്. അടുത്ത് വായിക്കാവോ? ആ ഞങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റാൻ ഈ സന്നദ്ധത എന്തുകൊണ്ട് ഞങ്ങളുടെ മാനുഷിക പ്രശ്നങ്ങൾക്കും ബാധകമായി കൂടാ എന്ന് ഞങ്ങൾക്ക് സ്വയം ചോദിക്കേണ്ടതുണ്ടായിരുന്നു. വ്യക്തിബന്ധങ്ങളിൽ ഞങ്ങൾക്ക് കുഴപ്പങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ വൈകാരികാവസ്ഥകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ കഷ്ടപ്പാടിനും വിഷാദത്തിനും ഇരയായവരായിരുന്നു. ഞങ്ങൾക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് ജീവിതത്തിൽ വ്യർത്ഥത ബോധമുണ്ടായിരുന്നു. ഞങ്ങൾ ആകപ്പാടെ ഭയപ്പാടുള്ളവരായിരുന്നു. ഞങ്ങൾ അസന്തുഷ്ടരായിരുന്നു. മറ്റുള്ളവർക്ക് യഥാർത്ഥത്തിൽ സഹായം അരുളുന്നവരായി കാണപ്പെടുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഈ പറഞ്ഞ കുഴപ്പങ്ങൾക്കെല്ലാം അടിസ്ഥാനപരമായ പരിഹാരം കാണുന്നതിനായിരുന്നില്ലേ ചന്ദ്രഗ്രഹ യാത്രയുടെ ന്യൂസ് റീൽ കാണണോ എന്നതിനേക്കാൾ പ്രാധാന്യം തീർച്ചയായും അങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ അവിടെ ഒരു 5-8 കാര്യങ്ങൾ പറയാണ്. നമ്മൾക്ക് എന്തൊക്കെ കുഴപ്പമുണ്ടായിരുന്നു. അത് we have to ask ourselves why we shouldn't apply to our human problems the same readiness to change our point of view. അതായത് നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റാനായിട്ട് നമ്മൾ എന്തുകൊണ്ട് സന്നദ്ധനായിക്കൂടാ, അല്ലെങ്കിൽ മാനുഷിക പ്രശ്നങ്ങൾക്കും ബാധകമായിക്കൂടാ എന്ന് ഞങ്ങൾ സ്വയം ചോദിക്കേണ്ടതായിരുന്നു. അപ്പൊ നമുക്ക് ഈ അടുത്ത് പറയുന്ന ഒരു 5-8 കാര്യങ്ങളിലേക്ക് പോകാം. ഒന്ന്, ട്രബിൾ വിത്ത് പേഴ്സണൽ റിലേഷൻഷിപ്പ്. വ്യക്തിബന്ധങ്ങളിൽ ഞങ്ങൾക്ക് കുഴപ്പങ്ങളുണ്ടായിരുന്നു, അതൊന്നായിട്ട് കൂട്ടാം. 2, കുഡിന്റ് കൺട്രോൾ അവർ ഇമോഷണൽ നേച്ചേഴ്സ്. അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വൈകാരിക അവസ്ഥകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, അത് 2ആയിട്ട് കൂടാം. 3-മത്തത് പ്രേ ടു മിസറി. ഞങ്ങൾ കഷ്ടപ്പാടിനും വിഷാദത്തിനും ഇരയായവരായിരുന്നു, അത് 3ആയിട്ട് കൂട്ടാം. 4-മത് ഞങ്ങൾക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല, കുഡിന്റ് മേക്ക് എ ലിവിങ്, അതാണ് 4. 5-മത്തെ എന്നതാ? ഫീലിംഗ് ഓഫ് യൂസ്ഫുൾനെസ്. ഞങ്ങൾ ആകെപ്പാടെ ഞങ്ങൾക്ക് ജീവിതത്തിൽ വ്യർത്ഥത ബോധമുണ്ടായിരുന്നു, അതാണ് 5. 6 എത്രയാ? ഫുൾ ഓഫ് ഫിയർ. ഞങ്ങൾ ആകെപ്പാടെ ഭയപ്പാടുള്ളവരായിരുന്നു. 7, ഞങ്ങൾ അസന്തുഷ്ടരായിരുന്നു, വി വെയർ അൺഹാപ്പി. 8 എന്നതാ? 8 കുഡിന്റ് സീം ടു ബി റിയൽ ഹെൽപ്പ് ടു അതർ പീപ്പിൾ. മറ്റുള്ളവർക്ക് യഥാർത്ഥത്തിൽ സഹായം അരുളുന്നവരായി കാണപ്പെടുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ 8 കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു. നമ്മൾ 9-ാം പടിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ 12 കാര്യങ്ങൾ പറയുന്നുണ്ട്, വാഗ്ദാനങ്ങൾ. അപ്പൊ ഓരോ കാര്യങ്ങൾ പേഴ്സണൽ റിലേഷൻഷിപ്പ്, ഇത് നമുക്ക് 9-ാം പടി അവിടെ വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി കമ്പയർ ചെയ്തിട്ട് സംസാരിക്കാം. അപ്പൊ ഈ 9 കാര്യങ്ങൾ ഇവിടെ നമ്മളൊന്ന് സൂചിപ്പിച്ച് വെച്ച് കഴിഞ്ഞാല്, ഈ 9 കാര്യങ്ങൾ അല്ല ഈ 8 കാര്യങ്ങൾ സൂചിപ്പിച്ച് വെച്ച് കഴിഞ്ഞാല് നമ്മള് എന്താണ് ഇവിടെ
ആൽക്കഹോളിസം. നമ്മുടെ മദ്യാസക്തിയുടെ കാലത്ത് നമുക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് അവിടെ പറയുന്നത്. 8 കാര്യങ്ങൾ. വ്യക്തിബന്ധങ്ങളിൽ പ്രശ്നം, വൈകാരാവസ്ഥകൾ നിയന്ത്രിക്കാൻ. അപ്പൊ അത് ഞാൻ വീണ്ടും വായിക്കുന്നില്ല, സമയം പോകുന്നതുകൊണ്ട്. അപ്പൊ ആ 8 കാര്യങ്ങൾ. അപ്പൊ അൺട്രീറ്റഡ് ആൽക്കഹോളിസം എന്നാണ്. അപ്പൊ അൺമാനേജബിലിറ്റി ആണ്. പടികൾ ചെയ്യാതിരുന്നാൽ നമ്മൾ ഇവിടെ തന്നെ നിൽക്കുന്നതാണ്. 2-ാം പടിയും 3-ാം പടിയും 4-ാം പടിയിലേക്ക് നമ്മൾ എത്തി നോക്കാതിരുന്നാൽ നമ്മൾ ഈ പറയുന്ന വ്യക്തിബന്ധങ്ങളിൽ കുഴപ്പമുണ്ടാക്കും. വൈകാരാവസ്ഥ നിയന്ത്രിക്കാൻ കഴിയില്ല. കഷ്ടപ്പാടിനും വിഷാദത്തിന്റെ ഇരയായി തീരും. ജീവിതമാർഗം ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ജീവിതത്തിൽ വർത്തബോധം. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്കത് പിന്നീട് 9-ാം പടി വരുമ്പോഴത്തേക്ക് അവിടെ പറയാനുള്ളതുകൊണ്ട് അവിടുന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് അടുത്ത പാരഗ്രാഫിലേക്ക് നീങ്ങാം. താങ്ക് യു. ഞങ്ങളോട് സോറി, അടുത്ത വരി. പ്രപഞ്ചശക്തിയിന്മേലുള്ള ലളിതമായ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രം മറ്റുള്ളവർ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഞങ്ങൾ കണ്ടപ്പോൾ ദൈവശക്തിയെ സംശയിക്കുന്നത് നിർത്തേണ്ടി വന്നു. ഞങ്ങളുടെ ആശയം ഫലപ്രദമായില്ല, പക്ഷേ ദൈവത്തിന്റെ ആശയം ഫലപ്രദമായി. പറക്കാൻ കഴിയുന്ന ഒരു യന്ത്രമുണ്ടാക്കാൻ കഴിയുമെന്ന് റൈറ്റ് സഹോദരന്മാരുടെ ഏതാണ്ട് ബാലിശമായ വിശ്വാസമാണ് നേരത്തെ ബുദ്ധിശക്തിയുള്ളതായി കാണപ്പെട്ടു. ഏറ്റവും ചുരുങ്ങിയത് രസതന്ത്ര ശാസ്ത്രജ്ഞന്മാർ അങ്ങനെ പറഞ്ഞു. ഒരു പേജ് മാറിപ്പോയി. നേരത്തെ സൂചിപ്പിച്ചവരുടെ ലക്ഷ്യ സാഫല്യത്തിന്റെ ഉറവിടം. ആ വിശ്വാസമില്ലായിരുന്നുവെങ്കിൽ ഒന്നും തന്നെ നടക്കുമായിരുന്നില്ല. സ്വയം പര്യാപ്തത തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന ആശയത്തിൽ മുറുകെ പിടിച്ചവരാകണം ദൈവനിഷേധികളും നിരീശ്വരവാദികളുമായ ഞങ്ങൾ. ഈശ്വര പര്യാപ്തതയാണ് തങ്ങളുടെ കാര്യത്തിൽ പ്രവർത്തിച്ചത് എന്ന് മറ്റുള്ളവർ ഞങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ റൈറ്റ് സഹോദരന്മാർ ഒരിക്കലും പറക്കില്ലെന്നു ശഠിച്ചവരെ പോലെ തന്നെയാണ് ഞങ്ങൾക്കും തോന്നിയത്. ഓക്കെ. അപ്പൊ പ്രപഞ്ച ശക്തിയിലുള്ള ലളിതമായ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രം മറ്റുള്ളവർ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഞങ്ങൾ കണ്ടപ്പോൾ ദൈവശക്തിയെ സംശയിക്കുന്നത് നിർത്തേണ്ടി വന്നു. ഞങ്ങളുടെ ആശയം ഫലപ്രദമായില്ല, പക്ഷെ ദൈവത്തിന്റെ ആശയം ഫലപ്രദമായി. അപ്പം ഈ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അതായത് ഈ യൂണിവേഴ്സിനെ, പ്രപഞ്ചത്തെ, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രപഞ്ചത്തെ നമുക്ക് ഇതായിട്ട് കാണാം. നമുക്ക് നമ്മുടെ ഗ്രൂപ്പ് ഓഫ് സ്ട്രെങ്ത്, അല്ലെങ്കിൽ ഇതിന്റെ ഗ്രൂപ്പിന്റെ ഒരു വിസ്റ്റത്തെ നമുക്ക് ഹയർ പവർ ആയിട്ട് കാണാം. അങ്ങനെ മറ്റുള്ളവർ ഇങ്ങനെ കണ്ടതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നു. അത് നമ്മൾ റൂമിലെത്തുമ്പോൾ കാണുകയാണ്. അപ്പോഴാണ് നമ്മൾ ഈ മറ്റുള്ളവരിൽ നിന്നാണ് ദൈവശക്തിയെ സംശയിക്കുന്നത് നിർത്തി പുതിയ ആശയം, അതായത് നമ്മുടെ പഴയ ആശയം ഫലപ്രദമായില്ല, പക്ഷെ ദൈവത്തിന്റെ ആശയം ഗുണകരമായി എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. പിന്നീട് പറയുന്നത്, അതായത് സ്പിരിറ്റ് ഓഫ് ദ യൂണിവേഴ്സ്, അതാണ് ആ പാരഗ്രാഫിൽ ഞാൻ ആദ്യം പറഞ്ഞത്. സ്പിരിറ്റ് ഓഫ് ദ യൂണിവേഴ്സിനെ നമ്മൾ വിശ്വസിക്കുന്നവര് അതിന് പവർ ഗ്രേറ്റർ ദാൻ അവർ സെൽവ്സ് ആയി പവർ ഗോഡ് കാണുന്നവരുണ്ട്. പിന്നെ അടുത്തത് തന്നെ റൈറ്റ് ബ്രദേഴ്സിന്റെ കാര്യം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു. ഒരു സൈക്കിൾ കടയിൽ ഉണ്ടായിരുന്ന ആളുകൾ ലോകത്ത് ഒരിക്കലും പറക്കാൻ കഴിയുന്ന ഒരു യന്ത്രം ഉണ്ടാക്കാൻ കഴിയുമെന്ന് റൈറ്റ് സഹോദരന്മാർ ഏതാണ്ട് ബാലിശമായ വിശ്വാസം. അത് ബാലിശമായ വിശ്വാസമാണ്, ചൈൽഡിഷ് വിശ്വാസമാണ്. പക്ഷെ അവരത് ചെയ്തു. ആ വിശ്വാസം ഇല്ലായിരുന്നുവെങ്കിൽ ഒന്നും തന്നെ നടക്കുമായിരുന്നില്ല. അവർക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം ഉള്ളത് കൊണ്ട് അതിനു മുമ്പ്, ഈ പറപ്പിക്കുന്നതിന് മുമ്പ് അവർ പല പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അവിടെയെല്ലാം അവർ പുറകോട്ട് പോയില്ല. അവർ മുന്നോട്ട് തന്നെ പോവുകയും, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ വ്യോമ പാതയിലൂടെ അനേകം ഫ്ലൈറ്റുകൾ ഇപ്പോൾ പോകുന്നുണ്ട്. മിനിറ്റ് ഫ്ലൈറ്റുകൾ പോകുന്ന ഒരു വലിയ കണ്ടുപിടുത്തത്തിന് തുടക്കം കുറിച്ചത് ഇവരാണ്. എത്രയോ ചുരുങ്ങിയ കാലമായിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ഈ നൂറ്റാണ്ടിൽ തന്നെയാണ്, നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന ഈ നൂറ്റാണ്ടിൽ തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത്. മനുഷ്യൻ ചന്ദ്രനിൽ പോയതും ഈ ഫ്ലൈറ്റ് കണ്ടുപിടിച്ചതും ഒക്കെ. അപ്പൊ സ്വയം പര്യാപ്തത തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആശയത്തിൽ മുറുകെ പിടിച്ചവരാകണം ദൈവനിഷേധികളും നിരീശ്വരമായ ഞങ്ങൾ. ഈശ്വര പര്യാപ്തതയാണ് ഞങ്ങളുടെ കാര്യത്തിൽ പ്രവർത്തിച്ചത് എന്ന് മറ്റുള്ളവർക്ക് ഞങ്ങൾ കാണിച്ചു കൊടുത്തപ്പോൾ റൈറ്റ് സാധനം ഒരിക്കലും പറക്കില്ല എന്ന് ശഠിച്ചവരെ പോലെ തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. യുക്തിവാദം വലിയൊരു വസ്തുത തന്നെയാണ്. ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു. അത് വായിച്ചാർന്നോ നീ ശിവദാസൻ? ഇല്ല, അത് വായിക്കാം. യുക്തിവാദം വലിയൊരു വസ്തു തന്നെയാണ്. ഞങ്ങളത് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും ഞങ്ങളത് ഇഷ്ടപ്പെടുന്നു. യുക്തിയുടെ ശക്തി അനുഭവിച്ചറിയത്തക്ക നിലയിലും തെളിവുകൾ പരിശോധിക്കുന്ന ശീലത്തിലും അനുമാനങ്ങളിൽ എത്തിച്ചേരുന്ന പതിവിലുമൊക്കെ
പെട്ടെന്നങ്ങു ഞങ്ങൾ ചെന്നുപെട്ടതല്ല. മനുഷ്യന്റെ മഹത്തായ ഗുണങ്ങളിലൊന്നാണത്. ദൈവനിഷേധ ചായ്വുള്ള ഞങ്ങൾ കാര്യകാരണ സഹിതമായ സമീപനത്തിലേക്കും വ്യാഖ്യാനത്തിലേക്കും എത്തിക്കാത്ത ഒരു നിർദ്ദേശത്തിലും തൃപ്തരായിരിക്കില്ല. ഞങ്ങളുടെ ഇപ്പോഴത്തെ വിശ്വാസം യുക്തിഭദ്രമാണെന്ന് ഞങ്ങൾ എന്തുകൊണ്ടു കരുതുന്നു എന്നും എന്തുകൊണ്ടാണ് വിശ്വസിക്കാതിരിക്കുന്നതിനേക്കാൾ ബുദ്ധിപൂർവവും യുക്തിത്വവുമാണ് ഇതെന്ന് ഞങ്ങൾ കരുതുന്നതെന്നും പണ്ടൊക്കെ ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ് സംശയത്തോടെ കൈമലർത്തുമ്പോൾ ഞങ്ങളുടെ പഴയ ചിന്ത മൃദുലവും ത്വരിതവുമായിരുന്നു എന്നു ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണെന്നും പറഞ്ഞു ഫലിപ്പിക്കാൻ ഞങ്ങൾ കിണഞ്ഞു ശ്രമിക്കുന്നതും അതുകൊണ്ടാണ്. ഓക്കെ. ലോജിക്ക്, യുക്തിവാദം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ലോജിക്കിനാണ്. ലോജിക്ക് വെച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത്. നമ്മളെല്ലാവരും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. അതായത് അതിന്റെ 3 വരികളാണ് അവിടെ പറയുന്നത്. യുക്തിയുടെ ശക്തി അനുഭവിച്ചറിയുന്ന തെളിവുകൾ പരിശോധിക്കുക, അല്ലെ? പവർ ടു റീസൺ, തെളിവുകൾ പരിശോധിക്കുക, അനുമാനങ്ങളിൽ എത്തിച്ചേരുക. അതായത് അത് കഴിഞ്ഞിട്ട് അത് എക്സാം ചെയ്തിട്ട് അത് അനുമാനങ്ങൾ എത്തിച്ചേരുന്നു. പതിവിലുമൊക്കെ പെട്ടെന്ന് അങ്ങ് ഞങ്ങൾ ചെന്നപ്പെട്ടതല്ല. മനുഷ്യന്റെ മഹത്തായ ഗുണങ്ങളാണ്. ഇംഗ്ലീഷ് പവർ ടു റീസൺ, എക്സാമിൻ ദ എവിഡൻസ് ഓഫ് അവർ സെൻസസ് ആൻഡ് ഡ്രോ കൺക്ലൂഷൻ. 3 കാര്യങ്ങളാണ്. 3 കാര്യങ്ങളിൽ ഒന്ന് ഈ പറയുന്ന കാര്യങ്ങള് നമ്മൾ ആദ്യം ഒന്ന് ഇത് ചെയ്യും, തെളിവുകളൊന്ന് പരിശോധിക്കും. അത് കഴിഞ്ഞിട്ട് അതിന്റെ ശക്തി അനുഭവിച്ചിരുന്ന തെളിവുകൾ പരിശോധിക്കുന്നുണ്ടെങ്കിൽ അനുമാനങ്ങൾ എത്തിച്ചേരുന്നു. ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല, അനുമാനങ്ങൾ എത്തിച്ചേരുന്നു. അപ്പൊ തെളിവുകൾ പരിശോധിക്കും, അനുമാനങ്ങൾ എത്തിച്ചേരും. പക്ഷെ ആദ്യത്തെ വാക്ക് പവർ ടു റീസൺ, എക്സാമിൻ, കൺക്ലൂഷൻ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഒരു ലോജിക്കിൽ എത്തിത്തരുന്നത്. ഒരു കാര്യത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ മഹത്തായ ഒരു ഗുണമാണ് അത്. അതായത് ഏതെങ്കിലും ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ അങ്ങ് വിശ്വസിക്കുകയല്ല ചെയ്യണേ. നമ്മൾ അതിനെ ഒന്ന് പരിശോധിക്കും, പിന്നെ അതൊരു അതിന്റെ തെളിവുകൾ പരിശോധിക്കും, അതിനുശേഷം അത് ഒരു അനുമാനത്തിൽ എത്തിച്ചേരും. അപ്പൊ മനുഷ്യന്റെ ഒരു ഗുണമാണ്. ദൈവനിഷേധ ചായ്വുള്ള ഞങ്ങൾ കാര്യകാരണ സഹിതമായ സമീപനത്തിലേക്കും വ്യാഖ്യാനത്തിലേക്ക് എത്തിക്കാത്ത ഒരു നിർദ്ദേശനം തൃപ്തരായിരിക്കില്ല. അപ്പൊ ഇത്തരം ഒരു ലോജിക് അല്ലാത്ത, അതായത് ഒരു ഈ റീസണിങ്ങും എക്സാമിനേഷനും കൺക്ലൂഷനും ഇല്ലാത്ത ഒരു കാര്യങ്ങളും നമ്മൾ സ്വാഭാവികമായിട്ട് വിശ്വസിക്കില്ല. ഞങ്ങളുടെ ഇപ്പോഴത്തെ വിശ്വാസം യുക്തിഭദ്രമാണെന്ന് ഞങ്ങൾ എന്തുകൊണ്ട് കരുതുന്നതെന്നും എന്തുകൊണ്ടാണ് വിശ്വസിക്കാതിരിക്കുന്നതിനേക്കാൾ ബുദ്ധിപൂർവവും യുക്തിയുക്തവുമാണ് ഇതെന്ന് ഞങ്ങൾ കരുതുന്നതെന്നും. അതായത് വിശ്വസിക്കാതിരിക്കുന്നതിനേക്കാൾ ബുദ്ധിയാണ് വിശ്വസിക്കുക എന്നുള്ളത്. പണ്ടൊക്കെ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ് സംശയത്തോടെ കൈമലർത്തുമ്പോൾ ഞങ്ങളുടെ പഴയ ചിന്ത മൃദുലവും ത്വരിതപ്പെടുത്തുന്നതുമായിരുന്നു എന്ന് ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാൻ ഞങ്ങൾ കിണഞ്ഞു പരിശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും ഈ നമ്മുടേതായ സെൽഫ് ഇമ്പോസർ ക്രൈസിസിലാണ് ഈ കാര്യങ്ങളിലൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇതൊക്കെ മാറ്റി വെക്കാനും ചിന്തിക്കാതിരിക്കാനും ഒക്കെ ആയിട്ട്, അതായത് നമ്മുടെ മദ്യപാനം കൊണ്ടുണ്ടായ പവർലെസ്സിനെ പവറിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ഭയരഹിതരായിട്ട് ഫേസ് ചെയ്യില്ല ഈ കാര്യങ്ങളൊന്നും. നമ്മൾ പലപ്പോഴും ഫ്യൂച്ചറിലേക്ക്, വാട്ട് വാസ് അവർ ചോയ്സ് ടു ബി ഫൗണ്ടേഷൻ ഓഫ് അവർ ഫ്യൂച്ചർ ഡിസിഷൻ, ഓൾ ആക്റ്റീവ് തിങ്കിങ് അവർ ലൈഫ് വിൽ. പിന്നീട് ഇത് ചെയ്യാം, പിന്നീട് മാറ്റിവെക്കാം എന്നുള്ള രീതിയിലേക്ക് നമ്മളിത് ചെയ്യുക. അപ്പം ഈ ലോജിക് എന്ന് പറയുന്നത് ഒരു കാരണം കണ്ട് നമുക്ക് ഉണ്ടാകണം, അതിനെ വിശ്വസിക്കണം, അതിനെ എക്സാമിൻ ചെയ്യണം, അതിനുശേഷം കൺക്ലൂഷൻ ചെയ്യണം. പലപ്പോഴും ഈ അഗ്നോസ്റ്റിക്സ് ആയിട്ടുള്ള പലരും അങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് അതിന്റെ ഒരു ചുരുക്കത്തിൽ പറയാം. അടുത്ത് വായിക്കാവോ? സ്വയം അടിച്ചേൽപ്പിച്ച കുഴപ്പങ്ങൾ അടിച്ചമർത്തപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അമിത മദ്യപാന രോഗികളായി തീർന്നപ്പോൾ ഞങ്ങൾക്ക് നീട്ടിവെക്കാനോ മാറ്റിവെക്കാനോ പറ്റുമായിരുന്നില്ല. ഒന്നുകിൽ ദൈവം എല്ലാമാണ്, അല്ലെങ്കിൽ ഒന്നുമല്ല എന്ന നിർദ്ദേശത്തെ നിർഭയം ഞങ്ങൾക്ക് നേരിടേണ്ടതുണ്ടായിരുന്നു. ഒന്നുകിൽ ദൈവമുണ്ട്, അല്ലെങ്കിൽ ഇല്ല. ഞങ്ങൾക്ക് തെരഞ്ഞെടുക്കാനുണ്ടായിരുന്ന മാർഗം എന്തായിരുന്നു? അപ്പോ അവിടുത്തെ ആ പാരഗ്രാഫിൽ പറയാണ്, എന്താണ് നമ്മുടെ ഭാവി? ഒന്നുകിൽ ദൈവമുണ്ട്, അല്ലെങ്കിൽ ഇല്ല. ഞങ്ങൾക്ക് തെരഞ്ഞെടുക്കാനുണ്ടായിരുന്ന മാർഗം അതായിരുന്നു. ഒന്നുകിൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ ഇല്ല എന്ന് വിശ്വസിക്കുക. അപ്പൊ സ്വയം അടിച്ചേൽപ്പിച്ച കുഴപ്പങ്ങൾ അടിച്ചമർത്തിക്കൊണ്ട് ഞങ്ങൾ അമിത മദ്യപാന രോഗികളായി തീർന്നപ്പോൾ ഞങ്ങൾക്ക് നീട്ടിവെക്കാനോ മാറ്റിവെക്കാനോ പറ്റുമായിരുന്നില്ല. അതായത് അമിത മദ്യാസക്തി, റിയൽ ആൽക്കഹോളിക് ആയിട്ട് ഒരാൾക്ക് ഇത്തരം കാര്യങ്ങൾ നീട്ടിവെക്കാൻ പറ്റില്ല, പിന്നീട് ചെയ്യാമെന്ന് ചിന്തിക്കാൻ പറ്റില്ല.
ഒന്നുകിൽ ദൈവം എല്ലാമാണ്, അല്ലെങ്കിൽ ഒന്നുമല്ല എന്ന നിർദ്ദേശം നിർഭയം ഞങ്ങൾക്ക് നേരിടേണ്ടിയിരുന്നു. നമ്മൾ ഫെയർലെസ്ലി ഇത് നമുക്ക് നേരിടേണ്ടിയിരുന്നു എന്ന്. അപ്പൊ നമ്മുടെ ഫ്യൂച്ചർ എന്താണ്? ഫ്യൂച്ചർ ഇതാണ്: ഒന്നുകിൽ ദൈവം ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. ഈ ഏതെങ്കിലും ഒന്ന് നമ്മൾ തിരഞ്ഞെടുക്കണമെന്നാണ്. തിരഞ്ഞെടുക്കേണ്ട മാർഗം എന്തായിരുന്നു? ഞങ്ങൾ തിരഞ്ഞെടുക്കേണ്ടിരുന്ന മാർഗം എന്തായിരുന്നു എന്ന് ക്വസ്റ്റ്യൻ മാർക്കാണ്. അതിനുശേഷം അടുത്ത വായിക്കാവോ? ഈ ഘട്ടത്തിൽ എത്തിപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണമായും വിശ്വാസം എന്ന പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ട സ്ഥിതിയിലെത്തി. ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കാതെ തലയൂരാൻ കഴിഞ്ഞില്ല. ഞങ്ങളിൽ ചിലർ യുക്തിയുടെ പാലത്തിലൂടെ ബഹുദൂരം നടന്നു കയറി വിശ്വാസത്തിന്റെ ഉദ്ദിഷ്ട ലക്ഷ്യത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. ആ പുതുഭൂമിയുടെ ആ പുതുഭൂമിയുടെ രൂപരേഖയും അത് നൽകിയ വാഗ്ദാനവും ഞങ്ങളുടെ പരീക്ഷണ നേത്രങ്ങൾക്ക് തെളിച്ചവും ദുർബലമായ ആത്മാവിനു നവീനമായ ധൈര്യവും പ്രദാനം ചെയ്തു. സൗഹൃദ ഹസ്തങ്ങൾ സ്വാഗതമരുളിക്കൊണ്ട് എമ്പാടും നീട്ടപ്പെടുന്നുണ്ടായിരുന്നു. യുക്തിചിന്ത ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ടായിരുന്നതിൽ ഞങ്ങൾ നന്ദിയുള്ളവരായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഞങ്ങൾക്ക് കരകയറാൻ കഴിഞ്ഞില്ല. അന്ത്യഘട്ടത്തിൽ ഒരുപക്ഷെ ഞങ്ങൾക്കുള്ള ആ അവലംബം നഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്തിരിക്കാം. അടുത്ത വരിയിൽ പറയാണ്, നമ്മളില് ഈ ഘട്ടത്തിൽ എത്തിപ്പെട്ടത് കൊണ്ട് ഞങ്ങൾ പൂർണ്ണമായും വിശ്വാസം എന്ന പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ട സ്ഥിതിയിലെത്തി. അതായത് നമ്മൾ ഒന്നാം പടിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പൂർണ്ണമായും വിശ്വാസം എന്ന പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടതായി ഗതി വന്നത് രണ്ടാം പടിയിലാണ്. ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കാതെ തലയുയരാൻ കഴിഞ്ഞില്ല. നമുക്ക് അതല്ലാണ്ട് ഇതിൽ നിന്നൊരു മോചനമില്ല. അപ്പൊ എന്ത് ചെയ്തു? ഈ പ്രശ്നം ഞങ്ങൾ ചിലർ യുക്തിയുടെ പാലത്തിന്റെ ബഹുദൂരം നടന്നു കയറി വിശ്വാസത്തിന്റെ ഉദ്ദിഷ്ട ലക്ഷ്യത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ബ്രിഡ്ജ് ഓഫ് റീസൺ, യുക്തിയുടെ പാലം. അവർ പലരും ചിലപ്പോൾ അവർ മതവിശ്വാസികളായിരുന്നുകൊണ്ടായിരിക്കാം. അവർ പെട്ടെന്ന് ദൈവത്തിൽ വിശ്വസിക്കാനും ആ പാലത്തിലൂടെ ബഹുദൂരം പടന്നു കയറി വിശ്വാസത്തിന്റെ ഉദ്ദിഷ്ട ലക്ഷ്യത്തിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിനെ അംഗീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. ചിലർക്ക് പെട്ടെന്ന് കഴിയും. ഈ ആത്മീയമായിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്ക് കടന്നു കയറുന്നതിന്റെ ആവശ്യം അദ്ദേഹത്തിന് പെട്ടെന്ന് ബോധ്യപ്പെട്ട ചില ആളുകളുണ്ട്. ആ പുതുഭൂമിയുടെ രൂപരേഖയും അത് നൽകിയ വാഗ്ദാനവും ഞങ്ങളുടെ പരീക്ഷണ നേത്രങ്ങൾക്ക് തെളിച്ചവും ദുർബലമായ ആത്മാവിന് നവീനമായ ധൈര്യവും പ്രദാനം ചെയ്തു. അപ്പൊ സ്പിരിച്വാലിറ്റിയെ കൂടുതൽ വളർത്തി. സൗഹൃദ ഹസ്തങ്ങൾ സ്വാഗതം വള്ളിക്കൊണ്ട് എമ്പാടും നീട്ടിപ്പെടുന്നുണ്ടായിരുന്നു. അപ്പൊ യുക്തിചിന്ത ഞങ്ങൾ എവിടം വരെ എത്തിയിട്ടുണ്ടായിരുന്നതിനേക്കാൾ ഞങ്ങൾ നന്ദിയുള്ളവരായിരുന്നു. അപ്പൊ the outlines and the promise of the new land and brought instead to tired eyes and fresh courage to flagging spirits. Friendly hands had stretched out in welcome. We were grateful that reason had brought us too far, but somehow we couldn't quit step ashore. Perhaps we had been leaned too heavily on reason that last mile, and we did not like to lose our support. അപ്പം സൗഹൃദ വസ്തുക്കൾ സ്വാഗതമുള്ളവർക്ക് എമ്പാടും നീട്ടപ്പെടുന്നുണ്ടായിരുന്നു. യുക്തിചിന്ത ഞങ്ങൾ എവിടെയും വരെ എത്തിയിട്ടുള്ളതിന് ഞങ്ങൾ നന്ദിയുള്ളവരായിരുന്നു. ചിലപ്പോൾ നമ്മുടെ റൂമിലെ ആളുകൾ, നമ്മുടെ മെമ്പേഴ്സൊക്കെ നമുക്ക് പലപ്പോഴും സ്പോൺസറൊക്കെ നമ്മളെ സഹായിക്കാനായിട്ട് ചുറ്റും ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഞങ്ങൾക്ക് കരകയറാൻ കഴിഞ്ഞില്ല. അന്ത്യഘട്ടത്തിൽ ഒരു പക്ഷേ ഞങ്ങൾക്കുള്ള അവലംബം ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്തിരിക്കാം എന്നാണ് ആ അപ്പൊ നമുക്ക് റീസണിങ്, ലോജിക്ക് കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരർത്ഥത്തിലാണ് അവിടെ ഉപയോഗിക്കുക. അടുത്ത പാരഗ്രാഫിലേക്ക് പോയാലോ? അത് സ്വാഭാവികമായിരുന്നു. എങ്കിലും കുറെ കൂടി സൂക്ഷ്മമായി നമുക്കൊന്ന് ചിന്തിക്കാം. സ്വയം അറിയാതെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസത്തിൽ നാം എത്തിച്ചേർന്നിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ നാം നമ്മുടെ തന്നെ ന്യായവാദങ്ങളിൽ വിശ്വസിക്കുന്നില്ലേ? ഒരു തരം വിശ്വാസമല്ലെങ്കിൽ അത് മറ്റെന്താണ്? അതെ, ഞങ്ങൾ വിശ്വാസികളായിരുന്നു. ന്യായ ചിന്ത എന്ന ദൈവത്തോട് ഗത്യന്തരമില്ലാതെ വിശ്വാസം പുലർത്തിയിരുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിശ്വാസം എല്ലായ്പ്പോഴും ഉൾപ്പെട്ടിരുന്നതായി ഞങ്ങൾ കണ്ടെത്തി. അപ്പൊ അത് ദാറ്റ് വാസ് നാച്ചുറൽ എന്നാണ്. അത് സ്വാഭാവികമാണ്. അതായത് എങ്കിലും കുറെ കൂടി സൂക്ഷ്മമായി നമുക്കൊന്ന് ചിന്തിക്കാം. സ്വയം അറിയാതെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസത്തിന് എത്തിച്ചേർന്നില്ല. എന്തുകൊണ്ടാണെന്നാൽ നമ്മുടെ തന്നെ ന്യായവാദങ്ങൾ വിശ്വസിക്കുന്നില്ല. അതായത് നമ്മുടെ കോൺഫിഡൻസ് ആയിട്ടുള്ള നമ്മുടെ കഴിവിനനുസരിച്ചുള്ള ചില ചിന്തകളിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതിന്റെ ഫെയ്ത്ത് എവിടെയാണ്? അത് ഞങ്ങൾ വിശ്വാസികളായിരുന്നു. ന്യായ ചിന്ത എന്ന ദൈവത്തോട് ഗത്യന്തരമില്ലാതെ വിശ്വാസം പുലർത്തുന്നതാണ്
പുലർത്തിയിരുന്നവരാണ് ഞങ്ങൾ. അതായത് ന്യായാന്യായ ചിന്ത എന്ന ദൈവമാണ് നമുക്ക് അവിടെ നമ്മൾ പരിചയമുള്ളത്. അതുകൊണ്ട് ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ വിശ്വാസം എല്ലായ്പ്പോഴും ഉൾപ്പെട്ടിരുന്നത് ഞങ്ങൾ കണ്ടെത്തി. അപ്പോ യെസ്, വി ഹാഡ് ബീൻ ഫെയ്ത്ത്ഫുൾ, ഒബ്ജക്റ്റീവ്ലി ഫെയ്ത്ത്ഫുൾ ടു ദി ഗോഡ് ഓഫ് റീസൺ. ഗോഡ് ഓഫ് റീസൺ ഞാൻ പറഞ്ഞു കേട്ടോ. ഗോഡ് ഓഫ് റീസൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ലോജിക്കായിട്ട് നമ്മൾ ചിന്തിക്കണം. പവർ ടു റീസൺ, അത് എക്സാമിൻ ചെയ്യണം. അത് നമ്മുടെ സെൻസ് ഉണ്ടാക്കണം. അത് നമ്മൾ കൺക്ലൂഷനിലെത്തും. എന്നാലാണ് നമ്മൾ വിശ്വസിക്കുള്ളൂ. എല്ലാ കാര്യങ്ങളും മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അല്ലാണ്ട് കണ്ടപാടെ അങ്ങ് വിശ്വസിക്കില്ല. അയാൾ അത് ഒന്ന് പരീക്ഷിച്ചു നോക്കും. അത് പിന്നെ അതൊന്ന് പഠിച്ചു നോക്കും. അതിനുശേഷമാണ് അത് കൺക്ലൂഷൻ ചെയ്യണം. അപ്പം അടുത്ത വരിയിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. വായിക്കാവാ. ഞങ്ങൾ ആരാധിക്കുന്നവരായിരുന്നു എന്നതും ഞങ്ങൾ കണ്ടു. ഞങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരുന്നത് എന്തൊരു തരത്തിലുള്ള മാനസിക ജീർണതയായിരുന്നു. വിവിധ രീതികളിൽ ഞങ്ങൾ വ്യക്തികളെയും ലോല വികാരങ്ങളെയും വസ്തുക്കളെയും പണത്തെയും സ്വയം പൂജിച്ചിട്ടില്ലേ? അതുപോലെ കുറെ കൂടി നല്ല ഉദ്ദേശത്തോടെ സൂര്യാസ്തമയങ്ങളെയും കടലിനെയും പൂക്കളെയും ആരാധനാഭാവത്തോടെ വീക്ഷിച്ചിട്ടില്ലേ? എന്തിനെയെങ്കിലുമോ ആരെയെങ്കിലുമോ സ്നേഹിച്ചിട്ടില്ലാത്ത ആരാണുള്ളത്? ഈ വികാരങ്ങൾക്കും സ്നേഹങ്ങൾക്കും ആരാധനകൾക്കും തെളിഞ്ഞ യുക്തിചിന്തയുമായി എന്തു കാര്യമാണുള്ളത്? ഒരു കാര്യവുമില്ലെന്ന് ഞങ്ങൾ അവസാനം കണ്ടെത്തി. നമ്മുടെ ജീവൻ പടുത്തുയർത്തപ്പെട്ട ഘടനകളല്ലേ ഈ വസ്തുക്കൾ? ഈ വികാരങ്ങൾ നമ്മുടെ നിലനിൽപ്പിന് എന്തൊക്കെയായാലും നിർണായകമല്ലേ? ഞങ്ങൾക്ക് വിശ്വസിക്കുവാനും സ്നേഹിക്കുവാനും ആരാധിക്കുവാനും പ്രാപ്തിയില്ലായിരുന്നു എന്ന് പറയുക അസാധ്യമായിരുന്നു. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഞങ്ങൾ വിശ്വാസം ഒന്നുകൊണ്ടും മാത്രം ജീവിക്കുന്നവരാണ്. അപ്പൊ അവിടെ പറയുന്നത് വെച്ചാല് നമ്മൾ ഒരുപാട് ആരാധനകൾ നടത്തുന്നുണ്ട് നമ്മൾ അറിയാതെ തന്നെ. നമ്മള് ചില വ്യക്തികളെ ആരാധിച്ചിട്ടുണ്ട്. ചില വികാരങ്ങൾ, ചിലർ വളരെ സെന്റിമെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ ആരാധിക്കും. ചില കാര്യങ്ങളെ പൈസയെ ആരാധിക്കും. നമ്മളെ തന്നെ ആരാധിക്കുന്നവരുണ്ട്. സ്വയം വളരെ ഇതാക്കിയായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇറക്കി പല പല രീതിയിൽ. അപ്പൊ ഇതൊക്കെ പറയുന്നത് വെച്ചാല് വസ്തുക്കളെയും വികാരങ്ങളെയും പണത്തെയും സ്വയം പൂജിക്കുന്നവർ തന്നെയാണ്, നമ്മൾ ആരാധിക്കുന്നവരാണ്. അതുപോലെ കുറെ കൂടി നല്ല ഉദ്ദേശത്തോടെ സൂര്യാസ്തമയങ്ങളെയും കടലിനെയും പൂക്കളെയും ആരാധനാഭാവത്തോടെ വീക്ഷിച്ചിട്ടില്ലേ? അപ്പം പൂക്കളെ കാണുമ്പോൾ ഒക്കെ നമ്മള് അല്ലെങ്കിൽ കടല് കാണുമ്പോൾ, തെളിഞ്ഞ ആകാശം കാണുമ്പോൾ, രാവിലത്തെ സൂര്യനെ കാണുമ്പോൾ, അല്ലെങ്കിൽ രാവിലത്തെ പ്രഭാതം കാണുമ്പോൾ, പക്ഷികളെ കാണുമ്പോൾ ഒക്കെ നമുക്ക് ഈ ആരാധനാ മനോഭാവം വരാറുണ്ട്. ഈ വികാരങ്ങൾക്കും സ്നേഹങ്ങൾക്കും ആരാധനകൾക്കും തെളിഞ്ഞ യുക്തിചിന്തയുടെ എന്ത് കാര്യമാണുള്ളത്? ഒരു കാര്യവുമില്ലെന്ന് ഞങ്ങൾ അവസാനം കണ്ടെത്തി. നമ്മുടെ ജീവൻ പടുത്തെടുത്ത കോശഘടനകളല്ലേ ഈ വസ്തുക്കൾ. നമുക്കറിയാം നമ്മുടെ കോശങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് നിലനിൽക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. ഈ വികാരങ്ങൾ നമ്മുടെ നിലനിൽപ്പിന് എന്തൊക്കെയാണ് നിർണായകമല്ലേ? ഞങ്ങൾക്ക് വിശ്വസിക്കുവാനും സ്നേഹിക്കുവാനും ആരാധിക്കുവാനും പ്രാപ്തിയില്ലായിരുന്നു എന്ന് പറയുക അസാധ്യമായിരുന്നു. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഞങ്ങൾ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ്. അപ്പൊ ഒരു വിശ്വാസത്തിൽ ജീവിക്കണം. അപ്പൊ നാളെ ജീവിച്ചിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. നമുക്കറിയത്തില്ല. അതായത് ഇന്ന് ഭൂമിയിൽ എത്രയോ ആളുകൾ മരിച്ചു പോയിരിക്കുന്നു. ഓരോ ദിവസം തോറും എത്രയോ മനുഷ്യരാണ് മരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഒരു വിശ്വാസമാണ്. നമ്മളിവിടെ ഇരിക്കുന്നത് ഒരു വിശ്വാസമാണ്. ഇതെല്ലാം വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു വിശ്വാസം ഉണ്ട് നമ്മൾക്ക്. അത് ഇച്ചിരിയും കൂടി ഗുണപ്രദമായ രീതിയിലേക്ക് മാറ്റേണ്ടത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ അടുത്തത് വായിക്കാവാ. വിശ്വാസം കൂടാതെയുള്ള ഒരു ജീവിതം സങ്കല്പിച്ചു നോക്കൂ. ശുദ്ധമായ യുക്തിയല്ലാതെ മറ്റൊന്നും ശേഷിച്ചിരുന്നില്ലെങ്കിൽ അതും ജീവിതമായിരിക്കില്ല. പക്ഷേ ഞങ്ങൾ ജീവിതത്തിൽ വിശ്വസിച്ചു, നിശ്ചയമായും വിശ്വസിച്ചു. ഒരു നേർവര രണ്ടു ബിന്ദുക്കളിൽ നിന്ന് എത്ര അകലത്തിലാണെന്ന് തെളിയിക്കാൻ കഴിയുന്നത് പോലെ ജീവനെ തെളിയിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. പക്ഷേ എന്നാലും ജീവൻ എന്നൊന്നും ഉണ്ടായിരുന്നു. എന്നിട്ടും നമുക്ക് പറയാൻ കഴിയുമോ, ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട് ഒരർത്ഥവുമില്ലാത്ത ഇല്ലായ്മയുടെ ഭാഗധേയത്തിലേക്ക് ചുറ്റിപ്പടരുന്ന ഇലക്ട്രോണുകളുടെ ഒരാകത്തുക മാത്രമാണിവ എല്ലാമെന്ന്? എന്നിട്ടും നമുക്ക് പറയാൻ കഴിയുമോ? നിശ്ചയമായും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇലക്ട്രോണുകൾ സ്വയം അതിനേക്കാൾ ബുദ്ധിശക്തിയുള്ളതായി കാണപ്പെട്ടു. ഏറ്റവും ചുരുങ്ങിയത് രസതന്ത്ര ശാസ്ത്രജ്ഞന്മാർ അങ്ങനെ പറഞ്ഞു. അപ്പോ വിശ്വാസം കൂടാതെ, അതായത് ലൈഫ് വിത്തൗട്ട് ഫെയ്ത്ത്,
അതായത് ഒരു വിശ്വാസം കൂടാതെ ഒരു ജീവിതം നമുക്ക് സങ്കല്പിച്ച് നോക്കാൻ പറ്റുമോ? ഇല്ല. ശുദ്ധമായ യുക്തി അല്ലാതെ മറ്റൊന്നും ശേഷിച്ചിരുന്നില്ലെങ്കിൽ അത് ജീവിതമായിരിക്കില്ല. പക്ഷെ ഞങ്ങൾ ജീവിതത്തിൽ വിശ്വസിച്ചു, നിശ്ചയമായും വിശ്വസിച്ചു. ഒരു നേർവര രണ്ട് മിത്തുകൾ എത്ര അകലത്തിലാണ് തെളിയിക്കാൻ കഴിയുന്നത് പോലെ ജീവനെ തെളിയിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പ്രകാശത്തിന്റെ ദൂരമൊക്കെ നമുക്ക് അളക്കാനൊക്കെ ആയിട്ട് പിന്നീടുള്ള ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവൻ തെളിയിക്കാനും അതിനുള്ള നമ്മുടെ ശരീരത്തിന്റെ കാര്യങ്ങളൊക്കെ തെളിയിക്കാനൊക്കെ ആയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ജീവൻ എന്നൊന്നുണ്ടായിരുന്നു. അവിടെ നമുക്ക് ജീവൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് പറയാൻ കഴിയുമോ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരർത്ഥവുമില്ലാത്ത ഇല്ലായ്മയുടെ ഭാഗതയുമായി ചുറ്റിപ്പടരുന്ന ഇലക്ട്രോണുകളുടെ ഒരു ആകത്തുക എത്രമാണ് എന്നിട്ടും നമുക്ക് പറയാൻ കഴിയുമോ? നിശ്ചയമായും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇലക്ട്രോണുകൾ സ്വയം അതിനേക്കാൾ ബുദ്ധിശക്തിയുള്ള കാണപ്പെട്ടു. ഏറ്റവും ചുരുങ്ങിയത് ഒരു ശാസ്ത്രം എന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് യുക്തി എന്താണ് എല്ലാം എന്ന ഞങ്ങൾ കണ്ടു. നമ്മൾ പലരും പ്രാവർത്തികമാക്കുന്നത് പോലെ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഒന്നല്ല. ഏറ്റവും നല്ല മനസ്സുകളിൽ നിന്ന് ബഹിർവയ്ക്കുന്ന ചിന്ത പോലും മനുഷ്യന് ഒരിക്കലും പറക്കാൻ കഴിയില്ല എന്ന ആളുകളെ പറ്റി എന്ത് പറയുന്നു? അപ്പോൾ മനുഷ്യന് ഒരിക്കലും പറക്കാൻ കഴിയില്ല എന്നൊരു ചിന്തയിൽ നിന്നാണ് പറന്നത്. അതുപോലെ തന്നെ ഈ ഇലക്ട്രോണുകൾ, അതായത് ഇപ്പൊ നമ്മുടെ ഒരു ഇരുമ്പ് ദണ്ടെടുത്ത് കഴിഞ്ഞാൽ അത് ആദ്യം പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രോണുകൾ മാറുന്നതുകൊണ്ടാണ് അതിങ്ങനെ നിൽക്കുന്നതെന്നും ഒരുപാട് കാര്യങ്ങൾ. നമ്മളിപ്പോ എണീറ്റ് നിൽക്കുകയാണ്, എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരം എണീറ്റ് നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ കാണുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ കേൾക്കുന്നത്, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നമ്മൾ സയൻസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ പറയുന്നത് പറക്കൽ നടക്കുകയല്ല എന്ന് തോന്നിയതുപോലെ ഈ ലോകത്തു നിന്നുള്ള ഒരു ആത്മീയ മോചനം ഞങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് ഉപരി ഉയർന്ന മനുഷ്യർ പറഞ്ഞത് ദൈവം ഇക്കാര്യത്തിൽ അസാധ്യമായി എന്നാണ്. ഞങ്ങൾ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ആത്മീയ മോചനം ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് സത്യമല്ലെന്ന് സ്വയം പറയാൻ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു. അപ്പൊ ആത്മീയ മോചനം നമ്മൾക്കറിയായിരുന്നു, പല ആളുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ആത്മീയ മോചനത്തിനെതിരായാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അടുത്ത് വായിക്കാവോ? സത്യത്തിൽ അതുകൊണ്ട് യുക്തിചിന്ത എല്ലാമല്ലെന്ന് ഞങ്ങൾ കണ്ടു. നമ്മിൽ പലരും അതല്ല, അടുത്തത് ആദ്യ രണ്ട് ഞാൻ വായിച്ചു. സത്യത്തിൽ ഞങ്ങൾ സ്വയം വിഡ്ഢികളാവുകയായിരുന്നു. സ്വയം വിഡ്ഢികളാവുകയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഓരോ മനുഷ്യന്റെയും സ്ത്രീയുടെയും ശിശുവിന്റെയും ഉള്ളിന്റെ ഉള്ളിൽ ദൈവമെന്ന അടിസ്ഥാനപരമായ ആശയമുണ്ട്. കൊടും ദുരിതം മൂലമോ പൊള്ളയായ പൊങ്ങച്ചം മൂലമോ മറ്റും വല്ലതിനെയും പൂജിക്കുന്നത് മൂലമോ അത് നിഷ്പ്രഭമായിട്ടുണ്ടാകാം. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അതുണ്ട്. കാരണം നമ്മളെക്കാൾ വലിയൊരു ശക്തിയിലുള്ള വിശ്വാസവും മനുഷ്യ ജീവിതത്തിൽ ആ ശക്തിയുടെ അത്ഭുതകരമായ വിളയാട്ടവും മനുഷ്യരാശിയോളം തന്നെ പഴക്കമുള്ള വസ്തുതയാണ്. അവിടെ പറയാൻ ശ്രമിക്കണെന്ന് വെച്ചാല് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ എതിരെ സംസാരിച്ചുകൊണ്ട് സ്വയം വിഡ്ഢികളായി തീരുകയായിരുന്നു. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും സ്ത്രീകളുടെയും ശിശുവിന്റെയും ഉള്ളിൽ ദൈവം എന്ന അടിസ്ഥാനപരമായ ഒരു ആശയമുണ്ട്. അതെന്താണ് പറ്റുന്നത്? കൊടും ദുരിതം മൂലം, അല്ലെങ്കിൽ പൊള്ളയായ പൊങ്ങച്ചം മൂലം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൂജിക്കുന്ന മൂലം. എന്താണ് മറ്റേതെങ്കിലും പൂജിക്കുന്നത്? എനിക്ക് നല്ല വീടുണ്ടെങ്കിൽ, എനിക്ക് നല്ല കാർ ഉണ്ടെങ്കിൽ, എനിക്ക് നല്ല ഭാര്യ ഉണ്ടെങ്കിൽ, എനിക്ക് കൂടുതൽ പണം ഉണ്ടെങ്കിൽ, എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമൊക്കെ ഞാൻ ഇതിന് അംഗീകരിക്കാമെന്നുള്ള ഒരു പൊള്ളയായിട്ടുള്ള ഒരു ധാരണ. കാരണം നമ്മളെക്കാൾ വലിയ ശക്തിയുള്ള വിശ്വാസവും മനുഷ്യ ജീവിതത്തിലെ ശക്തിയുടെ അത്ഭുതമായ വിളയാട്ടവും മനുഷ്യരാശിയോളം തന്നെ പഴക്കമുള്ള വസ്തുതയാണ്. നമുക്കറിയാം, ആദ്യമേ കാലം മുതൽ തന്നെ ഇത്തരം വിശ്വാസങ്ങളിൽ വന്ന മനുഷ്യന്റെ ജന്മം മുതൽ, അല്ലെങ്കിൽ റിലീജിയനൊക്കെ വന്നിട്ട് കുറച്ചു കാലമായിട്ടുള്ളെങ്കിലും അതിനു മുമ്പേ ഇത്തരം ശക്തികളിലൊക്കെ വിശ്വസിച്ചു എന്നൊക്കെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതായാലും അതിനകത്തേക്ക് നമ്മൾ പോകുന്നതിനേക്കാൾ മുമ്പ് ഇതിനകത്ത് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഓരോ മനുഷ്യന്റെയും, എല്ലാ സ്ത്രീകളുടെയും, എല്ലാ കുട്ടികളുടെയും ഉള്ളിൽ ദൈവം എന്ന അടിസ്ഥാനപരമായ ഒരു ആശയം ഉണ്ട് എന്ന് സമർത്ഥിക്കാനാണ് ഇത്രയും വിവരങ്ങൾ ഇവർ പറഞ്ഞത്. അടുത്ത് വായിക്കാവോ? എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദൈവത്തിലുള്ള വിശ്വാസം ഒരു സുഹൃത്തിനോട് നമുക്ക് തോന്നാറുള്ള വികാരം പോലെ തന്നെ ഞങ്ങളുടെ വ്യക്തിസത്തയുടെ ഒരു ഭാഗമാണെന്ന് ഞങ്ങൾ ഒടുവിൽ കണ്ടെത്തി. ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് നിർഭയരായി ഉണ്ടായിരുന്നു. എന്നാൽ ഒടുവിൽ ദൈവം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അവശേഷിക്കലോളം തന്നെ യാഥാർത്ഥ്യമായ ഒന്നായിരുന്നു ദൈവം. ആ മഹത്തായ യാഥാർത്ഥ്യം അഗാധസ്പർശിയായി ഉള്ളിന്റെ ഉള്ളിൽ ഞങ്ങൾ കണ്ടു. അത്യന്തിക വിശകലനത്തിൽ അവിടെ മാത്രമേ അദ്ദേഹത്തെ കാണാനാവൂ. അത്രമേൽ ആ ശക്തി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു.
അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ശക്തിയിലുള്ള ഒരു വിശ്വാസം, അത് നമുക്ക് പിന്നീട് എങ്ങനെയാണ്, അത് നമുക്കൊരു ഫ്രണ്ട് പോലെ, നമ്മുടെ കൂട്ടുകാരനെ പോലെ തോന്നുന്ന ഒരു വികാരം പോലെ നമ്മുടെ വ്യക്തിസത്തയുടെ ഒരു ഭാഗമാണെന്ന് കണ്ടു. ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് നിർഭയരായി തിരയേണ്ടതുണ്ടായിരുന്നു, എന്നുള്ള ഒടുവിൽ ദൈവം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പലപ്പോഴും പല വഴിക്കും തിരിയുന്നതാണ്. അമ്പലത്തിൽ പോകുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നു, മറ്റു സ്ഥലങ്ങളിലെല്ലാം പോകുന്നുണ്ട്. അത് നല്ലതാണ്. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെയാണ് നമ്മളിവിടെ വിശ്വസിപ്പിക്കുക. നമുക്കറിയാം, ഞാൻ ആദ്യമേ പറഞ്ഞു, സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയമായ ഒരു ഉണർവിന് വേണ്ടിയിട്ടാണ് നമ്മളെ സഹായിക്കുക. അപ്പം ആ മഹത്തായ യാഥാർത്ഥ്യം അഗാധ സ്പർശയെ ഉള്ളിന്റെ ഉള്ളിൽ കണ്ടു. ആത്യന്തിക വിശകലനത്തിൽ അവിടെ മാത്രമേ അദ്ദേഹത്തെ കാണാനാവൂ. അത്രമേൽ ആ ശക്തി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഗ്രേറ്റ് റിയാലിറ്റി ആണ് അല്ലെ. വി ഫൗണ്ട് ദാറ്റ് ഗ്രേറ്റ് ഡീപ് ഡൗൺ വിത്തിൻ us. ഇൻ ദ ലാസ്റ്റ് അനാലിസിസ് ഇറ്റ് ഈസ് ഓൺലി ദർ ദാറ്റ് ഹി മേ ബി ഫൗണ്ട്. ഇറ്റ് വാസ് സോ വിത്ത് us. ഇത് നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു എന്നാണ്. അതിനു വേണ്ടിയിട്ട് അടുത്ത പാരഗ്രാഫ് വായിക്കാവോ? ഓക്കെ. നമുക്ക് നമ്മുടെ തറ സ്വല്പം വൃത്തിയാക്കാം. അടിസ്ഥാനരഹിതമായ മുൻവിധികളെ തുടച്ചു നീക്കാൻ ഞങ്ങൾ നൽകുന്ന തെളിവ് സഹായിക്കുമെങ്കിൽ, നിങ്ങളെ സത്യസന്ധമായി ചിന്തിക്കാൻ അത് പ്രാപ്തരാക്കുമെങ്കിൽ, നിങ്ങൾക്കു തന്നെ ശുഷ്കാന്തിയോടെ ഒരു അന്വേഷണം നടത്തുന്നതിന് അത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെങ്കിൽ, അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വിശാലമായ വഴിത്താരയിലേക്ക് ഞങ്ങളോടൊപ്പം നിങ്ങൾക്കും ചേരാം. ഈ ഒരു മനോഭാവത്തോടെ പോയാൽ നിങ്ങൾ പരാജയമറിയില്ല. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അവബോധം നിശ്ചയമായും നിങ്ങളുടെ തുണയ്ക്കെത്തും. അപ്പം സ്റ്റെപ്പ് 2 പറയാണ്, നിങ്ങൾ 3 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഇത് കിട്ടണമെങ്കിൽ ഒന്ന് നമ്മുടെ അതായത് കൊടും ദുരന്തം മൂലം അല്ലെങ്കിൽ കലാമിറ്റി മൂലമാണ് നമ്മൾ ഈ ദൈവത്തിൽ നിന്ന് അകന്നത്. അല്ലെങ്കിൽ ചില ഈഗോകള്, ആ പൊങ്ങച്ചം, ഒരു ആഡംബര ജീവിതം നയിക്കണം എന്നുള്ള ആശയങ്ങള്, അല്ലെങ്കിൽ മറ്റുള്ള വർഷിപ്പ്, മറ്റുള്ള സാധനങ്ങൾ, പണം മുതലായ മറ്റുള്ള കാര്യങ്ങളെയൊക്കെ ആരാധിക്കുന്നത് മൂലമാണ് നമുക്ക് റിസൾട്ട് കിട്ടാണ്ട് വന്നത്. പക്ഷേ നമ്മൾ ഇവിടെ ഒരു റിയാലിറ്റി അംഗീകരിക്കുകയാണ്. എന്താണ്? 3 കാര്യങ്ങൾ. സ്വീപ്പ് അവേ പ്രിജുഡീസ് എന്ന് പറഞ്ഞാൽ, അതായത് എതിരഭിപ്രായം നിർത്തുക, അല്ലെങ്കിൽ ഒരു വിരോധ മനോഭാവം പുലർത്താതിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മുൻ അഭിപ്രായം മാറ്റാൻ പറ്റൂല എന്ന് ചിന്തിക്കാതിരിക്കുക. പിന്നെ അടുത്തത് എന്താണ്? തിങ്ക് ഹോണസ്റ്റ്ലി, സത്യസന്ധമായിട്ട് ചിന്തിക്കുക. എൻകറേജ് യു ടു സെർച്ച് ഡിലൈറ്റ്ലി വിത്തിൻ യുവർ സെൽഫ്. അപ്പം 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ശുഷ്കാന്തിയോടെ അന്വേഷണം നടത്തുന്നതിന് അത് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നിങ്ങൾ ആയിരിക്കും ഒരു വിശാലമായ വഴിത്താരത്തിൽ ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് ചേരാം. അതായത് നമ്മുടെ തറ സ്വല്പം വൃത്തിയാക്കാം. ഇവിടെ പറയുന്നത് സ്വിപ്പ് അവേ പ്രിജുഡൈസ്, മുൻകാല നമ്മുടെ എതിരഭിപ്രായങ്ങളൊക്കെ മാറ്റുക, അടിസ്ഥാനരഹിതമായ മുൻവിധികൾ മാറ്റുക, തുടച്ചു നീക്കാനാണ് സ്വിപ്പ് അവേ പ്രിജുഡൈസ് എന്ന് പറയുന്നത്. അടിസ്ഥാന മുൻവിധികളും തുടച്ചു വെക്കണം. നിങ്ങൾ സത്യസന്ധരായി ചിന്തിക്കുക, അതായത് തിങ്ക് ഹോണസ്റ്റ്ലി. നിങ്ങൾക്ക് ശുഷ്കാന്തിയോടെ ഒരു അന്വേഷണം നടത്തുക. എൻകറേജ് യു ടു സെർച്ച്, അതായത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ അത് നിങ്ങൾക്ക് തന്നെ അന്വേഷണം നടത്തുന്നത് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിശാലമായ വഴിത്താരയിലേക്ക് ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് ചേരാം. അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റെപ്പ് 2 ഒരു പ്രോമിസ് ആണ്. വിത്ത് ദിസ് ആറ്റിറ്റ്യൂഡ് യു കനോട്ട് ഫെയിൽ ദ കോൺഷ്യസ്നസ് ഓഫ് യുവർ ഫിലീഫ് ഇൻ യുവർ ഷുവർ ടു കം ടു യു. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അവബോധം നിശ്ചയമായും നിങ്ങളുടെ തുണയ്ക്കെത്തും. ഒരു മനോഭാവത്തോടെ പോയാൽ, ഈ ഒരു മനോഭാവത്തോടെ പോയാൽ നിങ്ങൾ പരാജയം അറിയില്ല. സ്റ്റെപ്പ് 2 പറയാണ്, നിങ്ങൾ ഒരു വിശ്വാസത്തിലേക്ക് വന്നാൽ നിങ്ങൾ പരാജയപ്പെടുകയല്ല. ഇഫ് യു വിഷ് യു ക്യാൻ ജോയിൻ us ഓൺ ബ്രോഡ് ഹൈവേ. നമുക്കറിയാം, ഇതിന്റെ മൊത്തത്തില് ആൽക്കോളിസത്തിന്റെ പടികളുടെ ലക്ഷ്യം എന്താണ്? ഹാപ്പി, ജോയ്സ് ആൻഡ് ഫ്രീ. സന്തോഷത്തോടും സമാധാനത്തോടും സുഖത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി ജീവിക്കുക എന്നുള്ളതാണ്. അടുത്തത് വായിക്കാവോ? ഈ പുസ്തകത്തിൽ താനൊരു നിരീശ്വരവാദിയാണെന്ന് കരുതിയിരുന്ന ഒരു മനുഷ്യന്റെ കഥ നിങ്ങൾ വായിക്കുക. അയാളുടെ കഥ അത്രയേറെ രസകരമാണെന്നതുകൊണ്ട് അവയിൽ ചിലത് ഇപ്പോൾ തന്നെ പറയേണ്ടതായിട്ടുണ്ട്. അയാളുടെ മനംമാറ്റം നാടകീയമായതും ആർക്കും ബോധ്യപ്പെടുന്ന തരത്തിലുള്ളതും ആരെയും സ്പർശിക്കുന്ന തരത്തിലുള്ളതുമായിരുന്നു. അത് മൊത്തം വായിച്ചോ? അപ്പൊ ആ അധ്യായം മൊത്തം വായിച്ചോ? അതെല്ലാം അങ്ങനെ ഒരു കഥയാണ്. നമ്മുടെ സുഹൃത്ത് ഒരു പുരോഹിതന്റെ മകനായിരുന്നു. പള്ളി ക്ലാസുകളിൽ അയാൾ പങ്കെടുക്കുകയും അവിടെ അയാൾ ആവശ്യത്തിലധികമായി പഠനമെന്ന് താൻ കരുതിയ
കാര്യത്തിൽ എതിർപ്പുള്ളവനുമായി തീരുകയും ചെയ്തു. അതിനുശേഷം വർഷങ്ങളോളം അയാൾ കുഴപ്പങ്ങളുടെയും വ്യർത്ഥതാബോധത്തിന്റെയും പിടിയിലമർന്നു. ബിസിനസ് പരാജയം, വെളിവില്ലായ്മ, മാരകരോഗം, ആത്മഹത്യ, അടുത്ത ബന്ധുക്കൾക്കുണ്ടായ ഈ വക ദുരിതങ്ങൾ അയാളെ ഉഗ്രരോഷാകുലനും വിഷാദ വിഷാദാത്മകനുമാക്കി. ലോകമഹായുദ്ധാനന്തര മോഹഭംഗം, നാൾക്കുനാൾ ഗൗരവവാഹമായ അമിത മദ്യപാനാസക്തി, ഭീഷണമായ മാനസിക ശാരീരിക നാശം, ഇവയെല്ലാം ചേർന്ന് അയാളെ സ്വയം നാശത്തിന്റെ വക്കോളം എത്തിച്ചു. അയാൾ ശയ്യാവലംബിയായി ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഒരു രാത്രിയിൽ ഒരാത്മീയമായ അനുഭവത്തിനുടമയായ ഒരു അമിത മദ്യപാനി അയാളെ തേടിയെത്തി. ഒരു ദൈവം ഉണ്ടെങ്കിൽ അവൻ എനിക്ക് വേണ്ടി തീർച്ചയായും ഒന്നും ചെയ്തിട്ടില്ല എന്ന് അയാൾ ആക്രോശിച്ചു. പക്ഷെ പിന്നീട് തന്റെ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അയാൾ തന്നോട് തന്നെ ഈ ചോദ്യം ചോദിച്ചു: ഞാൻ അറിഞ്ഞിട്ടുള്ള എല്ലാ മതാചാര്യന്മാരും തെറ്റുപറ്റിയവരാകുക എന്നതു സാധ്യമാണോ? ഉത്തരത്തിനു വേണ്ടി തിരയുമ്പോൾ താൻ നരകത്തിലാണ് ജീവിച്ചിരുന്നതെന്ന് അയാൾക്ക് തോന്നി. ആ നിമിഷം ഒരു കൊള്ളിയാൻ പോലെ ഒരു മഹത്തായ ചിന്ത അയാളിലേക്ക് വന്നു. സർവ്വവ്യാപിയായി നിന്ന് അതിരമ്പി: ദൈവമില്ല എന്ന് പറയാൻ നീ ആരാണ്? തന്റെ കിടക്കയിൽ നിന്നിറങ്ങി മുട്ടുകുത്തി നിന്നു എന്ന് ഈ മനുഷ്യൻ അനുസ്മരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ദൈവസാന്നിധ്യത്തിന്റെ ദൃഢവിശ്വാസത്താൽ അയാൾ മതിമറന്നു നിന്നു. അയാളിൽ ഒരു വെള്ളപ്പൊക്കത്തിലെ ഓളത്തിന്റെ സുനിശ്ചിതത്വത്തോടും രാജകീയതയോടും കൂടി അതൊഴുകി. വർഷങ്ങളിലൂടെ അയാൾ കെട്ടിപ്പടുത്തിട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ അതിൽ ഒലിച്ചുപോയി. അയാൾ അനന്തമായ ശക്തിയുടെയും സ്നേഹത്തിന്റെയും സാന്നിധ്യത്തിലെത്തി നിന്നു. അയാൾ കടലിൽ നിന്നും തീരത്തിലെത്തി. തന്റെ സൃഷ്ടാവിന്റെ ബോധപൂർവമായ ചങ്ങാത്തത്തിൽ ജീവിതത്തിൽ ആദ്യമായി അയാൾ ജീവിച്ചു. അങ്ങനെയാണ് നമ്മുടെ സുഹൃത്തിന്റെ മൂലക്കല്ല് യഥാസ്ഥാനത്ത് ഉറപ്പിച്ചത്. പിന്നീടുണ്ടായ ഭാഗ്യ വിപര്യങ്ങൾ അതിനെ ചലിപ്പിച്ചില്ല. അയാളുടെ കുടിപ്രശ്നം എടുത്തുമാറ്റപ്പെട്ടു. വർഷങ്ങൾക്ക് മുൻപുള്ള ആ രാത്രിയിൽ അത് അമിത മദ്യപാനാസക്തി അപ്രത്യക്ഷമായി. കുടിക്കാൻ പ്രചോദനം തോന്നിയ അല്പം ചില നിമിഷങ്ങൾ ഒഴിവാക്കിയാൽ കുടിക്കണമെന്ന ചിന്ത ഒരിക്കലും അയാൾക്കുണ്ടായില്ല. അത്തരം ഘട്ടങ്ങളിൽ ഒരു വലിയ വിരക്തി അയാളിൽ ഉയർന്നു വന്നു. പ്രകടമായും അയാൾക്കു വേണമെന്ന് വെച്ചാൽ തന്നെ കുടിക്കാൻ കഴിയുമായിരുന്നില്ല. ദൈവം അയാളുടെ സ്വബോധം അയാൾക്ക് തിരിച്ചു നൽകിയിട്ടുണ്ടായിരുന്നു. രോഗശമനത്തിന്റെ ഒരത്ഭുതമല്ലെങ്കിൽ ഇത് മറ്റെന്താണ്? സാഹചര്യങ്ങൾ അയാളെ വിശ്വസിക്കുക എന്നത് ആഗ്രഹിക്കുന്നവനാക്കി. അയാൾ വിനയാന്വിതനായി അയാളെ തന്നെ തന്റെ സൃഷ്ടാവിന് സമർപ്പിച്ചു. അപ്പോൾ അയാൾ അറിഞ്ഞു, അപ്രകാരം തന്നെ ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ ശരിയായ മനസ്സുകളിലേക്ക് ദൈവം പുനഃപ്രവേശിപ്പിച്ചു. മുമ്പ് പറഞ്ഞ മനുഷ്യൻ ആ പ്രത്യക്ഷപ്പെടൽ പെട്ടെന്നായിരുന്നു. ഞങ്ങളിൽ ചിലർ അതിലേക്ക് വളർന്ന് വളരെ സാവധാനത്തിലാണ്. പക്ഷേ ദൈവത്തെ സത്യസന്ധമായി തേടിയിട്ടുള്ള എല്ലാവരുടെ അടുത്തേക്കും അദ്ദേഹം വന്നിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തോടും കൂടുതൽ അടുത്തപ്പോൾ അദ്ദേഹം സ്വയം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി. ഓക്കെ, അടുത്തത് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഒരു കഥയോട് കൂടിയാണ് നമ്മുടെ ദി അഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്ന ഈ പുസ്തകം ഈ അധ്യായം അവസാനിക്കുന്നത്. ആ പുസ്തകത്തിൽ പറയാണ്, നമ്മുടെ താൻ ഒരു നിരീശ്വരവാദിയാണെന്ന് കരുതിയിരുന്ന ഒരു മനുഷ്യന്റെ കഥ കേൾക്കണം. അയാളുടെ കഥ രസകരമായിരുന്നു. അയാളുടെ മനംമാറ്റം വളരെയധികം നാടകീയമായിരുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു പുരോഹിതന്റെ മകനായിരുന്നു. ഫിറ്റ്സ്മയോ നമുക്കറിയാം, ന്യൂയോർക്കില് ബിൽ ഡബ്ല്യുവിന് ശേഷം ഏറ്റവും ദീർഘകാലം കുടിക്കാതിരുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പൊ മറ്റു പലരും വന്നെങ്കിലും വീണ്ടും കുടിച്ചുപോയി എന്ന് നമുക്കറിയാം. പക്ഷെ ഇദ്ദേഹമാണ് കുടിക്കാതിരുന്നത്. അപ്പൊ അയാളുടെ കഥ അത്രയേറെ രസകരമാണ്. അദ്ദേഹം ഒരു പുരോഹിതന്റെ മകനായിരുന്നു. പള്ളി ക്ലാസ്സുകളിൽ പങ്കെടുത്തു. അപ്പൊ ചെറുപ്പത്തിൽ അയാൾ ധാരാളം ക്ലാസ്സുകളിൽ പങ്കെടുത്തു. ആവശ്യത്തിലധികമായാണ് ഈ പള്ളി ക്ലാസ്സുകൾ എന്ന് അദ്ദേഹം എതിർപ്പുള്ളവനായി. അതിനുശേഷം വർഷങ്ങളോളം അയാൾ കുഴപ്പങ്ങളുടെയും വ്യർത്ഥതാബോധത്തിനും ഇടയിലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് എന്തൊക്കെയാണ് സംഭവിച്ചത്? അദ്ദേഹത്തിന് ബിസിനസ് പരാജയം, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കലാമിറ്റി അല്ലെ, ബിസിനസ് പരാജയം ഉണ്ടായി, വെളിവില്ലായ്മ ഉണ്ടായി, മാരക രോഗം, പിന്നെ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അടുത്ത ബന്ധുക്കൾ കൊണ്ടായ വക അയാളെ ഉഗ്രലക്ഷണമൊക്കെയും
വിഷമത്തിലാക്കുകയും ചെയ്തു. ഇപ്പൊ ലോകമഹായുദ്ധാനന്തര മോഹഭംഗം, നാൾക്ക് നാൾ ഗൗരവമായ അമിത മദ്യപാന ഭീഷണിയായ മാനസിക ശാരീരിക ഇവയെല്ലാം ചേർന്ന് അയാളെ സ്വയം നാശത്തിന്റെ വക്കോളം എത്തിച്ചു. അദ്ദേഹം മരിക്കാൻ ആഗ്രഹിച്ചു. നമുക്കറിയാം ഫിറ്റ്സ്മയുടെ കഥ ഡോക്ടർ സിൽക്വർത്ത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കഥയായിട്ട് പറയുന്നുണ്ട്. ആത്മഹത്യക്ക് വേണ്ടിയിട്ട് വൈക്കോൽ കൂനയുടെ ഉള്ളിൽ ഒളിക്കുന്നതൊക്കെ. ഇയാൾ ശയ്യാലംബിയായി ആശുപത്രി കിടക്കുമ്പോൾ രാത്രിയിൽ ഒരു ആത്മീയമായ അനുഭവത്തിനുടമയായ ഒരു അമിത മദ്യപാനി അയാൾ തേടിയെത്തി. ബിൽ ഡബ്ല്യു ആണ് അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നത്. ഒരു ദൈവം ഉണ്ടെങ്കിൽ അവൻ എനിക്ക് വേണ്ടി തീർച്ചയായും ഒന്നും ചെയ്തിട്ടില്ല എന്ന് അയാൾ ആക്രോശിച്ചു. പക്ഷെ ഒറ്റക്കറിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞിട്ടുള്ള എല്ലാ മതാചാര്യന്മാരും തെറ്റുപറ്റവരായിരിക്കില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുകയും താൻ ഇതുവരെ ഒരു നരകത്തിലാണ് ജീവിച്ചതെന്ന് അദ്ദേഹത്തിന് തോന്നുകയും, അപ്പൊ ദൈവമില്ല എന്ന് പറയാൻ നീ ആരാണ് എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് മുടക്കയിൽ നിന്ന് മുട്ടുകുത്തി എന്നും അതെ, അവരൊക്കെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പോയിക്കൊണ്ടിരുന്നവരാണ്. അപ്പൊ അവിടുത്തെ ഒരു ഇതാണ് ഇങ്ങനെ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കാന്നൊക്കെ ഉള്ളു. അപ്പൊ അത് ഒരു ദൃഢവിശ്വാസം വരികയും അനന്തമായ ശക്തിയുടെയും ദൈവത്തിന്റെ സന്നിധിന്റെ ഒരു തന്റെ സൃഷ്ടാവിന്റെ പൂർണ്ണമായ ചങ്ങത്തിൽ ജീവിതമായി അയാൾ ജീവിച്ചു. അങ്ങനെയാണ് നമ്മുടെ സുഹൃത്തിന്റെ മൂലക്കല്ല് യഥാസ്ഥാനത്ത് വെച്ചത്. അപ്പൊ ഇംഗ്ലീഷ് ബുക്കിൽ അത് പറയുന്നത് ബ്രിഡ്ജ് ടു ഷോർ, പവർ ആൻഡ് ലവ്. ഹി ഹാഡ് സ്റ്റെപ്ഡ് ഫ്രം ബ്രിഡ്ജ് ടു ഷോർ ഫോർ ദ ഫസ്റ്റ് ടൈം. ഹി ലിവ്ഡ് ഇൻ എ കോൺഷ്യസ് companionship with his creator. Thus was our friend cornerstone fixed in place. അപ്പൊ അത് നമ്മുടെ മൂന്നാം പടിയാണത്. നോ ലേറ്റർ ഷേക്കൺ ഇറ്റ്, ഹിസ് ആൽക്കോളിക് പ്രോബ്ലം വാസ് ടേക്കൺ അവേ. അപ്പൊ അദ്ദേഹത്തിന്റെ മദ്യാസക്തി എടുത്തു മാറ്റപ്പെട്ടു. ദാറ്റ് വെരി നൈറ്റ് എ ഇയർ അഗോ ഇറ്റ് ഡിസ്അപ്പിയർഡ്. അത് മാഞ്ഞുപോയി. സേവ് ഫോർ എ ഫ്യൂ ബ്രീഫ് മൂവ്മെന്റ് ടു ടെംപ്ടേഷൻ തോട്ട് ഓഫ് ഡ്രങ്ക് ഹാവ് നെവർ റിട്ടേൺഡ്. അതായത് ആ പറയുന്ന പ്രലോഭനവും വീണ്ടും കുടിക്കാനുള്ള പ്രലോഭനവും പിന്നീട് വന്നില്ല, ചിന്തകൾ വന്നില്ല. അങ്ങനെ അദ്ദേഹം ഒരു റെവല്യൂഷൻ ഇതിലേക്ക് എത്തുകയും seemingly he could not drink even if he would. God had restored his sanity. അത് ഭാഗ്യ വിപര്യങ്ങൾ അതിനെ വ്യതിചലിപ്പിച്ച് അയാളുടെ കൂടി പ്രശ്നം എടുത്തു മാറ്റപ്പെട്ടു. അമിത മദ്യപാനാസക്തി അപ്രത്യക്ഷമായി. കുടിക്കാൻ പ്രചോദനം ചെയ്ത് അല്പം ചില നിമിഷങ്ങൾ ഒഴിവാക്കിയാൽ കുടിക്കണമെന്ന ചിന്ത ഒരിക്കലും അയാൾക്കുണ്ടായില്ല. അപ്പൊ കുടിക്കാനായിട്ടുള്ള ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായി. ടെംപ്ടേഷൻ, സേവ് ഫോർ എ ഫ്യൂ ബ്രീഫ് മൂവ്മെന്റ് ഓഫ് ടെംപ്ടേഷൻ. അപ്പൊ ചില ചെറിയ ടെംപ്ടേഷനൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായെങ്കിലും ആ കുടിച്ചിന്ത അദ്ദേഹത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ദൈവ ചിന്ത വന്നാലും ആത്മീയമായി ജീവിച്ചാൽ ഈ ചിന്തകളൊക്കെ നമുക്ക് വരും, നമ്മുടെ മെന്റൽ ഒബ്സ്ട്രക്ഷനുള്ളതുകൊണ്ട്. അത്തരം ഘട്ടങ്ങളിൽ ഒരു വലിയ ശക്തി അയാളിൽ ഉയർന്നു വന്നു. പ്രകടമായും അയാൾക്ക് വേണമെന്ന് വെച്ചപ്പോൾ തന്നെ കുടിക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ഈ ശക്തി ഉണ്ടെങ്കിൽ എന്താണ് ഇവിടെ ഗുണം എന്നുള്ളതാണ്. ഈ ശക്തി നമ്മളിൽ വന്നാണ് നമ്മൾ കുടിക്കണമെന്ന് ചിന്തിച്ചാൽ പോലും നമുക്ക് കുടിക്കാൻ കഴിയില്ല. ഗോഡ് ഹാഡ് റിസ്റ്റോർഡ് ഹിസ് സാനിറ്റി. ദൈവം അയാളുടെ സുബോധം അയാൾക്ക് തിരിച്ചു നൽകിയിട്ടുണ്ടായിരുന്നു. അവിടെ എന്താണ് സ്റ്റെപ്പ് ത്രീ ചെയ്തു അയാളെ ഗോഡ് ഹാഡ് റിസ്റ്റോർഡ് ഹിസ് സാനിറ്റി. നമ്മുടെ സ്റ്റെപ്പ് 3 അതാണെന്ന് നമുക്കറിയാം. അപ്പൊ രോഗശമനത്തിന്റെ ഒരു അത്ഭുതം അല്ലെങ്കിൽ ഇതെന്താണ്? സാഹചര്യങ്ങൾ അയാളെ വിശ്വസിക്കുക എന്നത് ആഗ്രഹിക്കുന്നവനാക്കി അയാൾ വിനയനെതിനായ അയാളെ തന്നെ തന്റെ സൃഷ്ടാവിൽ സമയം. അപ്പോൾ അയാൾ അറിഞ്ഞു അപ്രകാരം തന്നെ ഞങ്ങളെ എല്ലാവരുടെയും ഞങ്ങളുടെ ശരിയായ മനസ്സുകളിലേക്ക് ദൈവം പുനഃപ്രവേശിപ്പിച്ചു. മുമ്പ് പറഞ്ഞ മനുഷ്യന് ആ പ്രത്യക്ഷപ്പെടൽ പെട്ടെന്നായിരുന്നു. ഞങ്ങൾ ചിലർ അതിലേക്ക് വളർന്നത് വളരെ സാവധാനത്തിലാണ്. സ്പിരിച്വൽ അവേക്കനിങ് ആണ്. ഉറങ്ങിക്കിടക്കുകയാണ് നമ്മൾ, സ്പിരിച്വൽ സ്ലീപ്പിലാണ് നമ്മൾ. അതിനെയാണ് അവേക്കനിങ്, ഉണരുക നിർത്തുന്നതാണ് അവേക്കനിങ് എന്ന് പറയുന്നത്. പക്ഷെ ദൈവത്തെ സത്യസന്ധമായ എല്ലാവരുടെ അടുത്തേക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തോട് കൂടുതൽ അടുത്തപ്പോൾ അദ്ദേഹം സ്വയം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി എന്നുള്ളതാണ്. അപ്പം സർക്കംസ്റ്റൻസ് മേഡ് ഹിം വില്ലിംഗ് ടു ബിലീവ്. അപ്പൊ സാഹചര്യങ്ങളാണ് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ തയ്യാറാക്കിയത്. ഹി ഹംബ്ലി ഓഫേർഡ് ഹിംസെൽഫ് ടു ഹിസ് മേക്കർ ദാൻ ഹി ന്യൂ. ഈവൻ സോ ഹാസ് ഗോഡ് റീസ്റ്റോർഡ് us all to our right minds. അപ്പൊ യഥാർത്ഥ മനസ്സിലേക്ക് അദ്ദേഹത്തിന് മാറ്റി. ടു ദിസ് മാൻ the revelation was sudden. Some of us grew into it more slowly. നമ്മളിൽ പലരും സാവധാനത്തിലാണ് ഇതിനകത്തേക്ക് വളരുന്നത്. But he has come to all who have honestly sought him. അവനത് സത്യസന്ധമായി അന്വേഷിച്ചപ്പോൾ പെട്ടെന്ന് കടന്നു വരും എന്നുള്ളതാണ്. When we draw near to him, he disclosed himself to us. നമ്മൾ അവന്റെ അടുത്തായിരിക്കുമ്പോൾ അവസാന വരി പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾ അദ്ദേഹത്തോട് കൂടുതൽ അടുത്തപ്പോൾ അദ്ദേഹം സ്വയം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന വി അഗ്നോസ്റ്റിക് എന്നുള്ള ചാപ്റ്റർ അവസാനിപ്പിക്കുന്നത്. അടുത്ത ആഴ്ച അധ്യായം 5 ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു. താങ്ക് യു.